ശാപത്തിൻ്റെ കുടിയിരിപ്പുകളുള്ള വീട് നന്മ അനുഭവിക്കത്തില്ല. ശാപത്തിൻ്റെ കുടിയിരിപ്പുള്ള കുടുംബങ്ങൾ നന്മ അനുഭവിക്കത്തില്ല. കാര്യം അവകാശം വേറെയാ. ആണ്ടോടാണ്ട് കൂടുമ്പോൾ നിന്റെ വീട്ടിൽ വിസിറ്റിങ്ങിന് വരുന്ന, നിന്നിൽ ചിലതിനെ വലിച്ചു കൊണ്ടുപോകുവാൻ ഓർമ്മയിൽ പൊങ്ങി വന്ന പൈശാചിക പ്രേതാത്മാവ് രാത്രി ഉറക്കത്തിൽ വിളിച്ചു കൊണ്ടുപോയി വീടിൻ്റെ സൈഡിൽ കൊണ്ടുപോയി സംസാരിപ്പിച്ച് അവകാശം പറഞ്ഞ് ഒടുവിൽ അതിൻ്റെ ഉയിര് ചോദിച്ച് വെളിപ്പെടുവാൻ കാത്തിരിക്കുന്ന പിതാക്കന്മാരുടെ ശാപശക്തികൾ. ഞങ്ങളുടെ കുടുംബത്തിൽ സകലരും മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നാണ്. ഹൃദയസ്തംഭനം. ആര് മരിച്ചാൽ പ്രായഭേദമന്യേ ഹാർട്ട് അറ്റാക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ശാപമായിരുന്നു. ഒടുവിൽ എൻ്റെ അപ്പന് 2 പ്രാവശ്യം വന്നു ഹാർട്ട് അറ്റാക്ക്. 3-ാം പ്രാവശ്യം എൻ്റെ അപ്പന് വന്നപ്പോൾ 3 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞത്. 3 മണിക്കൂറിനുള്ളിൽ ആൾ പോകും. എല്ലാവരും ഓടി കരഞ്ഞുകൊണ്ട് പോയി ഹോസ്പിറ്റലിലേക്ക്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പം എൻ്റെ വൈഫിനോട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ കാണിക്കണേ? എൻ്റെ ചേട്ടൻ എന്നോട് പറയാത്ത ഭാഷയൊന്നുമില്ല. എൻ്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ച അപ്പം നിന്നെ കാണിക്കാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല. ഞാൻ ചർച്ച് കോളിൻ്റെ അകത്ത് മുട്ടുമടക്കി. എനിക്കറിയാം ഇതൊരു പാരമ്പര്യ ശാപമാണ്. ജീവിതത്തിൽ ഒരിക്കലും ഗതി പിടിക്കുവാൻ സാധ്യതയില്ലാത്ത വീട്ടിലെ ജന്മമായിരുന്നു എൻ്റെ ജന്മം. എൻ്റെ അപ്പനും അമ്മയും 50 വർഷം പിന്നിട്ടു പെന്തക്കോസ്തിൽ വന്നിട്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ, എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ഗതി പിടിച്ച ആരെയും എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞു പിടിച്ച് വരുമ്പോൾ ക്രിസ്തീയ കുടുംബമാണ്, CSI ഫാമിലിയാണ്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഗതി പിടിച്ച ചരിത്രമില്ല. ഒരു 100ൻ്റെ നോട്ട് നെറ്റിയിൽ തൊടാൻ അനുവാദമില്ലാത്തൊരപ്പൻ. എത്ര കഷ്ടപ്പെട്ടാലും മിച്ചപ്പണം വെക്കാൻ ഭാഗ്യം കിട്ടാത്തൊരപ്പൻ്റെ മകനാണ് ഞാൻ. അനുഗ്രഹവും ശാപവും. എൻ്റെ വീട്ടിൽ ശാപമുണ്ടോ എന്ന് ആരും ചിന്തിക്കാറ് പോലുമില്ല. നമ്മളെല്ലാം നമ്മുടെ ചിന്തയിൽ നല്ലവരാണ്. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. ഓ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലോ, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലോ, ഇണയാകും യേശുവോടു ചേർന്നാൽ മതി, ഇണയാകും യേശുവോടു ചേർന്നാൽ മതി. ഓ ഇമ്പ യേശു രാജാവേ ഞാൻ പാർത്താൽ പോരൂ, മഹിമയിൽ അവരോടു ഞാൻ വാഴ്ത്താൽ പോരൂ. ഇമ്പ യേശു രാജാവേ ഞാൻ പാർത്താൽ പോരൂ, മഹിമയിൽ അവരോടു ഞാൻ വാഴ്ത്താൽ പോരൂ. മുൾക്കിരീടം സൂട്ടപ്പെട്ട തലയെ പാർത്തേ, പൊൻകിരീടം സൂട്ടി നാനും പുകഴ്ന്നിടുതേ. മുൾക്കിരീടം സൂട്ടപ്പെട്ട തലയെ പാർത്തേ, പൊൻകിരീടം സൂട്ടി നാനും പുകഴ്ന്നിടുതേ.
செய்திடுவே. வாரினால் ஆடிப்பட்ட முதுகை பார்த்தே, வாரினால் ஆடிப்பட்ட முதுகை பார்த்தே. ஒவ்வொரு காயங்களால் முத்தம் செய்வே, ஒவ்வொரு காயங்களால் முத்தம் செய்வே. ഓ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഓ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഹല്ലേലൂയ, കം ഓൺ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി ഹല്ലേലൂയ. ഇരിക്കാൻ കർത്താവിൻ്റെ സന്നദ്ധി. ഗലാത്യ ലേഖനത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ തിരുവെഴുത്ത് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇനിയുള്ള അല്പസമയം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച ഒടുവിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല, അതെ, ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ, അതെ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മതി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എല്ലാവരും എന്നോട് ചേർന്ന് കര ഉയർത്തി പറയണം, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി പിശാച് കേൾക്ക ഈ വചനം ഡിക്ലെയർ ചെയ്യണം. ഒന്നുകൂടെ പറയുക, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അനുഗ്രഹവും ശാപവും എന്നൊരു ടൈറ്റിലിൽ ഇന്ന് രാത്രി കർത്താവ് ഈ നാടിനോട്, ഈ ദേശത്തോട് പറയാൻ എൻ്റെ പക്കൽ തന്ന ചില ദൈവശബ്ദം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനതിൽ ആദ്യം നോട്ട് ചെയ്തിരിക്കുന്ന കുറേ പ്രോബ്ലംസാണ്. രണ്ടാമത് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് സൊല്യൂഷൻസാണ്. അപ്പോൾ ഇന്ന് രാത്രി പ്രോബ്ലത്തിനെല്ലാം ഒരു സൊല്യൂഷൻ വരാൻ പോവുക. സകലരോടും പറയുന്നു, സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഇല്ല. നീ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ? സൊല്യൂഷനുണ്ട്. അത് ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള ദൈവശബ്ദം. നിൻ്റെ ലൈഫ് മുഴുവൻ കയ്പിൻ്റെ മാറയാണോ? സൊല്യൂഷനുണ്ട്. അങ്ങ് ദൂരെയല്ല, ആ മാറയുടെ തീരത്ത് തന്നെ സൊല്യൂഷനുണ്ട്. ഒരു മരം അവിടെ നിപ്പുണ്ട്. കൊമ്പൊടിച്ചിട്ടാൽ മതി, മറുപടിയായി. നിൻ്റെ മുമ്പിലെ റെഡ് സീ, ചെങ്കടൽ, സൊല്യൂഷനുണ്ട്. അഭിഷേകമുള്ള ഏതെങ്കിലും ഒരു അഭിഷിക്തൻ വിചാരിച്ചാൽ റെഡ് സീയുടെ മറുകരയിൽ നിനക്കെത്താം. അങ്ങോട്ട് പോകാൻ കഴിയാതെ മുമ്പിലൊരു വലിയ എരിഹോവാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശരത് ബാല പറഞ്ഞതുപോലെ, ഒന്ന് സ്തോത്രം ചെയ്യാൻ കുറച്ച് പേരുണ്ടെങ്കിൽ, പിന്നെ കുറേ പേരുടെ കയ്യിൽ കാഹളവും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ആർപ്പിട്ട് കൊടുത്താൽ മതി. പോരാ, ഒന്ന് ചുറ്റാനും കൂടി തയ്യാറാകണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിന്ന നിപ്പിന്നൊരു സ്റ്റെപ്പ് മാറി ചവിട്ടണമെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒബേ ചെയ്യുന്ന, അനുസരിക്കുന്ന കുറച്ചെണ്ണം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ ഉറപ്പാണ്. പിന്നെ ഒരിക്കൽ പോലും പൊങ്ങി വരാത്ത രീതിയിൽ ആ മതിൽ താന്നു പോകും. ഏത് പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷനുണ്ട്. ഇവിടുത്തെ പ്രോബ്ലം ശാപം എന്നുള്ളൊരു ചെറിയ പദമാണ്. പദം ചെറുതാണെങ്കിലും വരുത്തുന്ന വിന ചെറുതല്ല, വലിയതാണ്. എൻ്റെ വീട്ടിൽ ശാപമുണ്ടോ എന്ന് ആരും ചിന്തിക്കാറ് പോലുമില്ല. നമ്മളെല്ലാം നമ്മുടെ ചിന്തയിൽ നല്ലവരാണ്. നമ്മളൊരിക്കലും നന്മയില്ലാത്തവരെന്ന് ഒരിക്കലും പറയില്ല. എന്നാൽ ചില വിഷയങ്ങൾ വീടുകൾക്കകത്ത് മെല്ലെ തല പൊക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പനിയോ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മരുന്ന് തന്ന് വിടുന്ന ഒരാളല്ല ഡോക്ടർ. തൻ്റെ കയ്യിൽ ആ സ്റ്റെതസ്കോപ്പ് എടുത്ത് ഒന്ന് വെച്ച് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ,
ടൈം പാസിന് വേണ്ടിയല്ല, റീസൺ കണ്ടുപിടിക്കാനാണ്. റീസൺ കണ്ടുപിടിച്ചിട്ട് മെഡിസിൻ കൊടുത്താൽ ഹീലിംഗ് ഉറപ്പാണ്. റീസൺ കണ്ടുപിടിക്കാതെ ഇതായിരിക്കാം എന്നുള്ള ചിന്തയിൽ കൊടുത്താൽ അതല്ല എങ്കിൽ റിയാക്ഷനായി മാറും. എന്നതുപോലെ ഇന്ന് രാത്രി ഈ കൺവെൻഷൻ, ഈ മഹായോഗം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് ചിലർ കാരണങ്ങൾ കണ്ടുപിടിക്കും. കാരണങ്ങൾ കണ്ടുപിടിക്കുക മാത്രമല്ല, ഞാൻ ചിലരെ മുമ്പോട്ട് ഇവിടെ കൊണ്ടുവരും. എന്തിനാണെന്നറിയാമോ? ടാബ്ലറ്റ് കൊടുക്കാനാ. ആ മെഡിസിൻ ഇന്ന് രാത്രി നിനക്ക് സൗഖ്യമുണ്ടാക്കും. ആ മെഡിസിൻ വേറെ ഒന്നുമല്ല, നാഥൻ്റെ ചങ്കിലെ ചോരയാണ്. നിന്റെ വീട്ടിലെ ശാപം ഇന്ന് രാത്രി കഴുകി മാറാൻ പോകുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ ഉൽപ്പത്തി മുതൽ പഴയ നിയമത്തിൻ്റെ ഓരോ ഏടുകൾ പഠിച്ചു വന്നാൽ കുടുംബങ്ങൾക്കകത്ത് അധിവസിക്കുന്ന ശാപമേഖലകളെ വിശുദ്ധ തിരുവെഴുത്ത് വളരെ ശക്തമായി പരാമർശിക്കുന്നുണ്ട്. അതിലൊന്നാണ് ജനറേഷൻ കേഴ്സസ്, ട്രഡീഷണൽ കേഴ്സസ്. പാരമ്പര്യമായി കൈമാറി വരുന്ന, തലമുറയായി ഹാൻഡ് ഓവർ ചെയ്തു വരുന്ന ചില ശാപശക്തികൾ. ഇല്ല എന്ന് പറയാനൊക്കത്തില്ല. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്, ബോൺ എഗെയിൻ, രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ നമ്മുടെ ശരീരം ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ആത്മാവേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് രാത്രി കാഹളം ധനിച്ചാൽ നമ്മളിവിടെ നിന്ന് പറന്നു പോകും. ഈ ബോഡി ഇവിടെ ഇട്ടേച്ച് നമ്മൾ പോകുന്നത് രക്ഷിക്കപ്പെട്ട നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവിനെതിരെയല്ല യുദ്ധം, ശരീരത്തിനെതിരെയാണ്. ശരീരത്തിനെയാണ് ഈ രോഗം ബാധിക്കുന്നതും. ഇതുപോലെയുള്ള മെറ്റീരിയൽ ഏറിയ മുഴുവൻ തൊടുന്നത് നിൻ്റെ ഫിസിക്കൽ ബോഡിക്കെതിരെയാണ്. എൻ്റെ പിതാവിൻ്റെ പേര് ജോസഫ് എന്നാണ്. എൻ്റെ പേര് സാം ജോസഫ് എന്നാണ്. എൻ്റെ പേരിൽ തന്നെ എൻ്റെ പിതാവിനെ നിങ്ങൾക്ക് കാണാം, അന്തർലീനമായിരിക്കും. ഷുഗർ പേഷ്യൻസുമായി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നൊരു ചോദ്യം, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ ഈ രോഗം? എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്നറിയാമോ? വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തലമുറയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഹാർട്ട് അറ്റാക്ക് ആർക്കെങ്കിലും വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യം, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാധ്യതയെ ബ്ലോക്ക് ചെയ്യാൻ പോകുക കർത്താവ്. നിന്റെ കുടുംബത്തിൽ നിന്റെ മേൽ ചാടി വീഴാൻ സാധ്യതയുള്ള സാധ്യതകളുടെ ആ പോസിറ്റീവ് സൈഡ് ഉണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തത്താൽ അതിനെ കഴുകിയെടുക്കാൻ പോകുക കർത്താവ്. ഈ ഭൂമിയിൽ നിന്റെ അപ്പൻ്റെ ബാക്കിയല്ല നീ, യേശുവിൻ്റെ ബാക്കിയാ നീ. നിന്റെ കുടുംബത്തിൽ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള പിതാക്കന്മാരുടെ കാലം മുതൽ വെച്ച് സേവിച്ചു കൊണ്ടുവന്ന ശാപത്തിൻ്റെ ബാക്കി ചുമക്കേണ്ട ആളല്ല ഞാനും നീയും. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശമുണ്ട് എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആലേഖനം ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സകല പ്രിയപ്പെട്ടവരും ക്രിസ്തുവിൻ്റെ ഷെയർ ഉള്ളവരാകയാൽ ഈ രാത്രി അത് അറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. നമ്മളെല്ലാം ആദ്യം ജനിച്ചൊരു വീടുണ്ട്, ഒന്നാമത്തെ വീട്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ രണ്ടാമത് ജനിച്ചൊരു വീടുണ്ട്, രണ്ടാമത്തെ വീട്. ഒന്നാമത്തെ വീട് എൻ്റെ അപ്പൻ്റെ വീടാണ്, രണ്ടാമത്തെ വീട് എൻ്റെ അപ്പൻ്റെ വീടാണ്, സ്വർഗീയ പിതാവിൻ്റെ വീട്. ബോൺ അഗൈൻ, വീണ്ടും ജനിച്ചു. യേശുവിനെ ഹൃദയം കൊണ്ട് രക്ഷകനായി സ്വീകരിച്ച് പാപമേറ്റു പറയുമ്പോൾ നീ രക്ഷിക്കപ്പെടുകയാണ്. നീ അങ്ങനെ ജനിക്കുന്ന രണ്ടാം വീട്ടിലേക്കാണ്. അപ്പോൾ വിശ്വാസത്തിൽ വന്നൊരു ഭക്തന് രണ്ട് വീടാണ് ഉള്ളത്. ഒന്ന് ഒന്നാമത്തെ വീട്, ആദ്യം ജനിച്ച വീട്. രണ്ട് രണ്ടാമത് ജനിച്ച വീട്. എപ്പോഴും യുദ്ധക്കളത്തിൽ നിന്നെ കൊണ്ടെത്തിക്കുന്നത് രണ്ടാം വീടല്ല, ഒന്നാം വീടാണ്. ഒന്നാമത്തെ വീട് മുഴുവൻ പിടിവലിയുടെ വീടാണ്. ഞാൻ എൻ്റെ ചർച്ചിൽ ഇതുപോലെയുള്ള കേഴ്സ് ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറയാറുണ്ട്, ഒന്നാമത്തെ വീട്ടിൽ ശാപം കൊണ്ട് നിന്നെ കെട്ടുന്ന അധികാരമുണ്ട്, രണ്ടാമത്തെ വീട്ടിൽ അനുഗ്രഹം കൊണ്ട് നിന്നെ മൂടുന്ന യേശുവുണ്ട്. ഒന്നാമത്തെ വീട്ടിൽ തറകൂടിയിരുന്ന് സമയമാകുമ്പോൾ ഫണമുയർത്തി നിന്നെ കൊത്തുന്ന വിഷസർപ്പമുണ്ട്. രണ്ടാമത്തെ വീട്ടിൽ സ്വാമി പാമ്പിൻ്റെ തലയെ കാൽവറിയിൽ തകർത്ത നസ്രായനായ യേശുവുണ്ട്. ഒന്നാമത്തെ വീട്ടിൽ രോഗം കൊണ്ട് നിന്നെ കുഴിച്ചു മൂടുന്ന പിശാചുണ്ടെങ്കിൽ രണ്ടാമത്തെ വീട്ടിൽ അടിപ്പിണർ കൊണ്ട് നിന്നെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരമുണ്ട്.
ഒന്നാമത്തെ വീട് ആഭിചാരമുള്ള വീടാണ്. രണ്ടാമത്തെ വീട് അഭിഷേകമുള്ള വീടാണ്. ഒന്നാമത്തെ വീട് മന്ത്രവാദം കൊണ്ട് നിന്നെ കെട്ടുന്ന വീടാണ്. രണ്ടാമത്തെ വീട് അഭിഷേകം കൊണ്ട് നിന്നെ അഴിക്കുന്ന വീടാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വായി തുറന്ന് ആത്മാവിൽ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തീ ഇതിൻ്റെ അകത്ത് കത്തും. കാര്യം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ വീടിൻ്റെ ശക്തിയാൽ ഒന്നാമത്തെ വീടിൻ്റെ കെട്ടിന്ന് രാത്രി അഴിക്കാൻ പോകുകയാ. ഒന്നാമത്തെ വീട് നിന്നെ രോഗിയാക്കി ഹോസ്പിറ്റലിലേക്ക് വലിക്കുമ്പോ രണ്ടാമത്തെ വീട് നിന്നെ സഭയ്ക്കകത്തേക്ക് വലിക്കുകയാ. സ്വർഗത്തിനും ഭൂമിക്കും കാരണഭൂതനാകുന്ന നസറായന്റെ മുമ്പിൽ ഇന്ന് രാത്രി മുട്ടുമടക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വായി തുറന്ന് പറയുക, രണ്ടാമത്തെ വീടിന്റെ അഭിഷേകത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഒന്നാമത്തെ വീടിന്റെ കുരി കഴിക്കുകയാ. ഗ്ലോറി ടു ഗോഡ്. ഒരു നിമിഷം ആ വലങ്കരം എന്നോട് ചേർന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഒന്നാമത്തെ വീടിൻ്റെ കെട്ടഴിക്കാൻ അധികാരമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വായി തുറന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തേ. വായി തുറന്ന് പറയുക, എൻ്റെ രണ്ടാമത്തെ വീടിലെ അഭിഷേകത്താൽ ഒന്നാമത്തെ വീടിൻ്റെ കെട്ട് ഞാൻ കൈ ഉയർത്തി ഇന്ന് രാത്രി ഞാൻ അഴിക്കുകയാണ്. വായി തുറന്ന് അല്പസമയം നിങ്ങളുടെ അടുക്കലിരിക്കുന്നവരെ ഫോക്കസ് ചെയ്യേണ്ട. അല്പസമയം വായി തുറന്ന് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഉള്ള അന്ധകാരത്തിൻ്റെ അധികാരങ്ങളെ നിങ്ങൾ രണ്ടാമത് ജനിച്ച ബോൺ അഗൈനായ സ്വർഗീയ വീടിൻ്റെ അഭിഷേകത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആ കൈ ഉയർത്തി പിടിക്കുമ്പോൾ ചില അലർജി രോഗങ്ങൾ ട്രാൻസ്ഫറായി വന്ന ചില പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാകാൻ പോകുകയാ. പിതാക്കന്മാരുടെ ശാപം വഹിക്കേണ്ട ആളല്ല നിങ്ങൾ. പിതാക്കന്മാരുടെ അകൃത്യം വഹിക്കേണ്ട ആളല്ല നിങ്ങൾ. പിതാക്കന്മാരുടെ രോഗം വഹിക്കേണ്ട ആളല്ല നിങ്ങൾ. പിതാക്കന്മാർ കെട്ടിവെച്ച മുഴുവൻ ഭാണ്ഡക്കെട്ടും ചുമക്കേണ്ട ഒരു തലമുറയല്ല നീ. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാ, കാൽവറിയിൽ ചങ്കില ചോര കൊണ്ട് പ്രസവിക്കപ്പെട്ട നീ പിതാക്കന്മാരുടെ അകൃത്യം ചുമക്കേണ്ട ആളല്ല. ഇന്ന് രാത്രി ആ കരമുയർത്തിയോ, കരമടിച്ചോ, വായി തുറന്നോ, ഹല്ലേലൂയ പറഞ്ഞോ, യേശുവിന്റെ രക്തം പറഞ്ഞോ. ഇന്ന് രാത്രി പിതാക്കന്മാരുടെ അകൃത്യങ്ങളിൽ നിന്ന് പുറത്തു വരിക. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യത്തിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയോ നാലാമത്തെയോ തലമുറ വരെ സന്ദർശിക്കപ്പെടുമെന്ന് വിശുദ്ധ തിരുവെടുത്ത് പറയുമ്പോൾ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഇവിടെ ഇരുന്ന് നീ പറയണം, ഞാൻ ക്രിസ്തുവിലുള്ള ഒരാളാകയാൽ എൻ്റെ പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപപങ്കിലമാകുന്ന കരങ്ങൾ ഒരിക്കലും എന്നെ തൊടാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനിന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയവൻ്റെ പേര് പറഞ്ഞ് നിൻ്റെ വീട് വിസിറ്റ് ചെയ്യുന്ന ആണ്ടോടാണ്ട് കൂടുമ്പോൾ നിൻ്റെ വീട്ടിൽ വിസിറ്റിങ്ങിന് വരുന്ന നിന്നിൽ ചിലതിനെ വലിച്ചു കൊണ്ടുപോകുവാൻ ഓർമ്മയിൽ പൊങ്ങി വന്ന പൈശാചിക പ്രേതാത്മാവിനെ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യാൻ അധികാരമുള്ള ദൈവമക്കൾ ഇതിൻ്റെ അകത്തിരിക്കുന്നതിനാൽ കമോണ കരമടിച്ച് അന്യഭാഷകളിൽ അല്പസമയം സ്തോത്രം ചെയ്തേ. ഇത് ആത്മമണ്ഡലത്തിലെ യുദ്ധമാകയാൽ അങ്ങ് പുറകിൽ പരിശുദ്ധാത്മ ഉള്ള ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച് തുടങ്ങുന്ന ഞാൻ കാണുന്നുണ്ട്. വീട്ടിൽ ആണ്ടോടാണ്ട് കൂടുമ്പോൾ മരിച്ചുപോയവൻ്റെ പേര് പറഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് കയറി വന്ന് നിറയൊഴിക്കാൻ കാത്തിരിക്കുന്ന ചിലതിനെ രാത്രി ഉറക്കത്തിൽ വിളിച്ചു കൊണ്ടുപോയി വീടിൻ്റെ സൈഡിൽ കൊണ്ടുപോയി സംസാരിപ്പിച്ച് അവകാശം പറഞ്ഞ് ഒടുവിൽ അതിൻ്റെ ഉയിര് ചോദിച്ച് വെളിപ്പെടുവാൻ കാത്തിരിക്കുന്ന പിതാക്കന്മാരുടെ ശാപശക്തികൾ ഇന്ന് രാത്രി ക്യാൻസലാക്കപ്പെടട്ടെ. ജോഷുവയുടെ പുസ്തകത്തിൽ വിശുദ്ധ തിരുവെടുത്ത് പറയുന്നൊരു ഭാഗമുണ്ട്. വായിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം പോകുന്നതുകൊണ്ട് പറഞ്ഞുവിടാം. ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്ത് അവസാനം പരാജയമടഞ്ഞ സമയം വലിയ യെരിഹോവിനെ ജയിച്ചവർ കൊച്ചു ഹായിയോട് പരാജയപ്പെട്ടപ്പോൾ നിലത്ത് വീണ് കിടന്ന് കരയുന്ന ജോഷുവ, ലോർഡ് പരാജയപ്പെട്ടു പോയി. ഉടനെ യാഹ്വേ ഇറങ്ങി വന്നിട്ട് ജോഷുവയെ മുട്ടി, ജോഷുവ എഴുന്നേക്കാൻ പറഞ്ഞു. എന്താ കാര്യം? പാളയത്തിൽ ശപഥാർപ്പിത വസ്തുവുമായി ഒരുവൻ രംഗത്ത് വന്നിരിക്കുന്നു.
വീടിൻ്റെ അകത്ത് കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് ശപഥാർപ്പിത വസ്തു ഇട്ടിട്ട് വില കൂടിയ വസ്ത്രങ്ങളെല്ലാം മൂടിയിട്ടിട്ട് അതിൻ്റെ മേളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനുണ്ട്. പിടിച്ചോളാൻ പറഞ്ഞു. പേര് ആഖാൻ. നേരെ ജോഷുവ പാളയത്തിൽ വന്നു. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ആഖാൻ എവിടെ എന്നാ ചോദിക്കണ്ടേ? പക്ഷേ ജോഷുവ അങ്ങനല്ല ചോദിച്ചേ. ഗോത്രം ഗോത്രമായിട്ട് ഓരോന്നിനെ അടുത്തു കൊണ്ടുവന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായം 16 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, ഗോത്രം ഗോത്രമായി അടുത്തു വന്നപ്പോൾ യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. പിന്നെ കുലം കുലമായി അടുത്തു വന്നു. സർഹ്യകുലം പിടിക്കപ്പെട്ടു. പിന്നെ കുടുംബം കുടുംബമായി അടുത്തു വരാൻ പറഞ്ഞു. സബ്ദി കുടുംബം അടുത്തു വന്നു. ആ കുടുംബത്തിൽ 4ാമത്തെ ജനറേഷൻ ആഖാനെ പിടിച്ചു. എന്താ ജോഷുവ അങ്ങനെ ചെയ്തേ? നേരെ ഇങ്ങോട്ട് വന്ന് ആഖാൻ എന്ത് ചെയ്യേ? എന്താടാ നീ ചെയ്ത പാപം? നിന്നോട് ആര് പറഞ്ഞു ശപഥാർപ്പിത വസ്തു എടുക്കാൻ എന്ന് വേണ്ട ഡീൽ ചെയ്യാൻ? പക്ഷേ ജോഷുവയ്ക്കറിയാം, ഇവന് മോഷണമെന്ന് പറയുന്ന ശാപം ഇവന് കിട്ടിയത് ഇവൻ്റെ അപ്പൻ സബ്ദിയിൽ നിന്നാണ്. സബ്ദിക്ക് കിട്ടിയത് കർമ്മിയിൽ നിന്നാണ്. ആ കർമ്മിക്ക് കിട്ടിയത് വല്യപ്പനിൽ നിന്നാണ്. 4 തലമുറയിൽ കുടിയിരിക്കുന്ന മോഷണമെന്ന ശാപം ഒറ്റ ട്രിപ്പിൽ തന്നെ ജോഷുവ പിടിക്കുകയാണ്. സഹോദര, നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, ചൊവ്വേ നേരെ ജീവിക്കാനും ആഗ്രഹമുണ്ട്. പക്ഷെ നീ അറിയാതെ നിന്നിൽ കുടിയിരിക്കുന്ന രക്തത്തിൽ കൂടി ബ്ലഡ് വഴി ജനറ്റിക്കലി നിനക്ക് കിട്ടിയൊരു സംഭവമുണ്ട്. ഇതിനെ വിടുവിക്കാൻ യേശുവിനല്ലാതെ ഭൂമിയിൽ ഒരു മെഡിസിനും കഴിയത്തില്ല. നിനക്ക് രക്ഷ പ്രാപിപ്പാനുള്ള ഫൈനൽ കൺവെൻഷനായത്. അടുത്തൊരു വർഷത്തെ കൺവെൻഷന് നീ വെയിറ്റ് ചെയ്യരുത്. നിന്റെ രക്തത്തിൽ കുടിയിരിക്കുന്ന പാരമ്പര്യ ശാപത്തെ തകർക്കാൻ നിന്റെ ബ്ലഡ് ബി പോസിറ്റീവോ ഓ പോസിറ്റീവോ നെഗറ്റീവ് ബ്ലഡോ ഏതുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി നിന്റെ ഏത് ഗ്രൂപ്പിനും പര്യാപ്തമാകുന്ന ഒരു രക്തം കാൽവറിയിൽ നിന്ന് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി വാ തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാമെങ്കിൽ നിന്റെ രക്തത്തിൽ കൂടി നിനക്ക് പകർന്നു കിട്ടിയ പാരമ്പര്യ ശാപത്തിൻ്റെ അവസാനത്തെ രാത്രി, അവസാനത്തെ ടൈമാണ് ഈ 8 മണി കഴിഞ്ഞ സമയം. പറ്റുമെങ്കിൽ എന്നോട് ചേർന്ന് കരമുയർത്തി വായ് തുറന്ന് വിളിക്ക്, എൻ്റെ യേശുവേ. ഒരിക്കൽ കൂടി വിളിക്കണ്ടേ യേശുവേ. പോരാ, ശബ്ദമുയർത്തി വായ് തുറന്ന് വിളിക്കണ്ടേ. ഞാനൊരിക്കൽ ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സ് എന്നുള്ള ഒരു സബ്ജക്റ്റ് പാമ്പാടിയിൽ ഞങ്ങളുടെ നാട്ടിൽ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരപ്പൻ തൻ്റെ മകനുമായി എൻ്റെ അടുത്ത് വന്നു. ആഢ്യത്വമുള്ള ഒരു ക്രൈസ്തവ ഫാമിലി, പണബാഹുല്യം ധാരാളമുള്ള വീട്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ, നന്നായിട്ട് പഠിക്കുന്നൊരു മോനാണിവൻ, പക്ഷേ ഇവൻ മോഷ്ടിക്കും ഒത്തിരി പണം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ. ഇവൻ 1000, 2000, 3000 ഒക്കെ ഈസി ആയിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുക. വഴക്ക് പറഞ്ഞു നോക്കി പാസ്റ്റർ, പറ്റണില്ല. തല്ലി നോക്കി, പറ്റണില്ല. ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനിവൻ്റെ തലയിൽ കൈവച്ചു. അപ്പോൾ തന്നെ പരിശുദ്ധം അവനോട് പറഞ്ഞു, ഇതിവൻ്റെ സ്വഭാവമല്ല, ഇതിവൻ്റെ രക്തത്തിൽ കൂടി കിട്ടിയൊരവകാശമാണ്. നീ ഇവൻ്റെ തലേന്ന് കൈയെടുത്ത് ഇവൻ്റെ അപ്പൻ്റെ തലേ വെക്കാൻ പറഞ്ഞു. ഇവൻ്റെ തലേന്ന് ഞാൻ കൈയെടുത്ത് ഈ അപ്പൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, ഇത് തന്നെയല്ലായിരുന്നോ നിങ്ങളുടെ സ്വഭാവം? കരയാൻ തുടങ്ങി. യെസ് പാസ്റ്റർ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു സ്പിരിറ്റാണ് ഇവനിൽ ശാപമായി വന്നത്. നിങ്ങൾ ഏറ്റുപറയാമെങ്കിൽ ഇവൻ്റെ ദുരാത്മാവ് ഇപ്പം മാറും. അന്ന് രാത്രി ആ അപ്പൻ അലറി കരഞ്ഞു ദൈവത്തോട് ഏറ്റുപറഞ്ഞു, ആ മകനെ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് രാത്രി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാരെ, തലമുറകൾക്ക് രക്ഷപ്പെടുവാൻ പര്യാപ്തമായ വഴികൾ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവരിൽ അന്തർലീനമായിരിക്കുന്ന, അവരിൽ കുത്തി നിറച്ചിരിക്കുന്ന പൈശാചിക ശാപ ഭാഗങ്ങൾ, സ്വഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡുകൾ മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിലും പുറകെ ഓടി വന്ന് ചാടിപ്പിടിക്കുന്നത് പോലെ, ചിലർക്ക് മദ്യപാനം മാറ്റാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഓടി ചാടി വന്ന് പിടിക്കുകയാണ്. ഏതെങ്കിലും ഏറിയയിൽ കുതിച്ചൊന്ന് രക്ഷപ്പെടണം, ഒന്നും സ്വസ്ഥമായി ഒന്ന് അന്തി ഉറങ്ങണം.
ഭയമില്ലാതൊന്ന് ജീവിക്കണം. പക്ഷെ പറ്റണില്ല. ഇന്ന് രാത്രി യോഗം വെച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും പൈസ ഉള്ളത് കൊണ്ടല്ല, ഈ സന്ദേശം ഇവിടെ കേൾപ്പിക്കാൻ. കർത്താവ് നോക്കിയിട്ട് വേറെ വഴിയില്ല. ചിലതിന് ഇന്ന് രാത്രി മുൾക്കൊളുത്തുകൊണ്ട് കൊളുത്തിയെടുത്ത് ചില ഗായിങ്ങിൻ്റെ അകത്തുനിന്ന് കർത്താവ് പുറത്തെടുക്കാൻ പോകുകയാ. ശാപക്കൂടിൻ്റെ അകത്തുനിന്ന് ഇന്ന് രാത്രി എൻ്റെ കർത്താവ് ചിലതിനെ പൊക്കിയെടുക്കും. കാര്യം യേശുവിന് നിന്നെ വേണം, വേറെ ആർക്കും നിന്നെ വേണ്ട. നിന്നെ ആവശ്യമുള്ള ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അതെന്റെ യേശുവാണ്. രണ്ടാമത്, വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് തന്നെ ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം. എൻ്റെ പിതാവിൻ്റെ പേര് ചോദിച്ചാൽ ഞാൻ പറയും ജോസഫ്. ആദാമിനോട് അപ്പൻ്റെ പേര് ചോദിക്കുക, പറയും യാഹുവേ. ആദാം ദൈവത്തിൻ്റെ മകൻ. ബൈബിൾ പറയുന്നു ആദാമിന് ദൈവം 2 തലമുറകളെ കൊടുത്തു. ഒന്ന് കയീൻ, 2 ഹാബേൽ. 2 പേരും ഒരു ദൈവത്തെ ഒരു വഴിയിൽ ഒരു വീട്ടിൽ നിന്ന് വന്ന് ഒരിടത്ത് ആരാധിക്കാൻ പോവാ. 2 പേരും ആരാധിച്ചു. ഒരുവനിൽ ദൈവപ്രസാദം, മറ്റൊരുവനിൽ അതുണ്ടായില്ല. ബൈബിൾ പറയുന്നു മൂത്തവന് കോപമായി, അനുജനിൽ ദൈവം പ്രസാദിച്ചു. സ്വന്തം കൂടപ്പുറപ്പിൻ്റെ ആരാധനയിൽ തമ്പുരാൻ പ്രസാദിച്ചെന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ സന്തോഷം കൊണ്ട് ആനന്ദ നൃത്തം ചെയ്യണ്ടേ? എന്താണ് ആമേൻ പറയാത്തത്? ഇവരിൽ ആരെങ്കിലും ഇന്ന് രാത്രി മൈക്കെടുത്ത് ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ, ഞാൻ ഇവരെ പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ കൈതട്ടി സ്തോത്രം ചെയ്യണ്ടേ? കാര്യം ഞങ്ങളെല്ലാം ഒറ്റ വയലിലെ കയീനും ഹാബേലും അല്ലേ? എന്താണ് ആമേൻ എന്ന് പറയാത്തത്? വയലിന് പേര് പലതാണെങ്കിലും ഒറ്റയാടയല്ലേ ഈ വയല്? പാസ്റ്റർ ശരത് ബാല ആരാധിച്ചപ്പോ ചേർന്ന് ആരാധിക്കാൻ മനസ്സ് വന്ന കാര്യം എന്താണെന്നറിയാമോ? ഒറ്റ അപ്പൻ്റെ മക്കളായതുകൊണ്ടാ. ഒറ്റ അപ്പൻ്റെ മക്കളാണ്. ഉറപ്പുള്ളവർക്ക് ആമേൻ എന്ന് പറയാം. ബൈബിൾ പറയുന്നു മൂത്തവൻ അനുജനോട് കയർത്തു വയലിൽ വെച്ച് അവനെ കൊന്നു. അനുജന്റെ രക്തക്കറ കയീന്റെ ശരീരത്തിൽ വന്നു. ഈ സംഭവം ഉൽപ്പത്തി 4 പറയുന്നുണ്ട്. ആദാം, ഷേത്ത്, ഏനോഷ്, കേനാൻ, മഹലലേൽ, യാരെദ്, ലാമക്ക്, നോഹ, തലമുറകൾ ഓരോന്ന് മാറാൻ തുടങ്ങി. പിന്നെ അബ്രഹാം വന്നു. പിന്നെ ഇസ്ഹാക്കിലേക്ക് വന്നു. ഇസ്ഹാക്കിന്റെ കാലം വന്നപ്പോ 2 മക്കളെ ദൈവം കൊടുത്തു. ഒന്ന് യേശാവ്, 2 യാക്കോബ്. 2 പേരും ഒരുമിച്ച് വളർന്നു വീട്ടിൽ, ജ്യേഷ്ഠനും അനുജനും. അനിയൻ കൂടാരവാസി, സാധുശീലൻ. എന്നാ ചേട്ടൻ അങ്ങനല്ല, നായാട്ടുവീരനാ, കാടും നാടുമായി ബന്ധമുണ്ട്. ഒരിക്കൽ അപ്പൻ പറഞ്ഞു മൂത്തവനോട്, മോനെ കാട്ടിപ്പോയി വേട്ടയിറച്ചി കൊണ്ടുവാ, ഭക്ഷിച്ച് തൃപ്തനായിട്ട് നിന്നെ ഒന്ന് ബ്ലസ് ചെയ്യാൻ പോവാ. നിറഞ്ഞിട്ട് ബ്ലസ് ചെയ്യാം. നമ്മുടെ അപ്പൻ അങ്ങനത്തെ ഒരു നിർബന്ധമുണ്ട് കേട്ടോ, നിറഞ്ഞാൽ അനുഗ്രഹം ഉറപ്പാ. അതുകൊണ്ടായി ചിലരൊക്കെ ആരാധിക്കുമ്പോൾ, ശരത് ബാല തന്നെ ആരാധിച്ചപ്പോൾ കണ്ടില്ലേ എത്ര മണിക്കൂറാണ് നിന്ന് ആരാധിക്കുന്നത്? അപ്പനെ നിറയ്ക്കുകയാണ്. അപ്പൻ നിറഞ്ഞോ നിന്റെ നല്ല കാലം ആരംഭിക്കും. ചിലർ കൈയടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പോലും അറിയുന്നില്ല അവർ കൈയടിക്കുന്നത്. അങ്ങനെ തന്നെ അവരുടെ അനുഗ്രഹവും ഇരിക്കുന്നത്. വർഷം 50 ആയിട്ടും ഇന്നും തുടങ്ങിയ ഇടത്ത് തന്നെ അവർ വെയിറ്റ് ചെയ്യുക. കാര്യം ചൊവ്വേ നേരെ ഒന്ന് ആരാധിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ചിലരാണ് കൈയെടുത്തൊന്ന് അടിച്ചു വരുമ്പോൾ ആശീർവാദത്തിന് സമയമാകും. സന്ധ്യയെ ഉഷസ്സുമായി 2024, സന്ധ്യയെ ഉഷസ്സുമായി 2025. ഇങ്ങനങ്ങ് പോട്ടെ, ഞാൻ ഇങ്ങനങ്ങ് ഇരുന്നോളാം. ഒരു വ്യത്യാസവും അവർക്കില്ല. അവർക്ക് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് അവർ മുഖാന്തരം മറ്റവർക്കും വ്യത്യാസം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് രാത്രി അപ്പനൊന്ന് നിറയാൻ ആരാധിച്ച് തുടങ്ങണം. റഹിമതജനകസിയാര നന്നായിട്ട് കരവൊന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കമാൻ ലൈറ്റ് വിക്ടോറിയൽ ബഹാസി. ഉയിരിൻ നൂற்றേ നീയാവാ, ഉണ്മയിൻ വഴിയേ നീയാവാൻ. ഉയിരിൽ നൂற்றേ നീയാവാൻ, ഉണ്മയിൻ വഴിയേ
மகிழ்வே நீயாவா. நீர் இல்லாத நாளெல்லாம் நாளாகுமா? நீர் இல்லாத வாழ்வெல்லாம் வாழ்வாகுமா? நீர் இல்லாத நாளெல்லாம் நாளாகுமா? நீர் இல்லாத வாழ்வெல்லாம் வாழ்வாகுமா? நீர் இல்லாத நாளெல்லாம் நாளாகுமா? நீர் இல்லாத வாழ்வெல்லாம் வாழ்வாகுமா? உயிரில் ஊற்றே நீயாவா, உண்மையில் வழியே நீயாவான். உயிரில் ஊற்றே நீயாவா, உண்மையில் வழியே நீயாவான். உணவில் பிறப்பே நீயாவான், உள்ளத்தில் மகிழ்வே நீயாவான். உணவில் பிறப்பே நீயாவான், உள்ளத்தில் மகிழ்வே நீயாவான். நீர் இல்லாத நாளெல்லாம் நாளாகுமா? நீர் இல்லாத வாழ்வெல்லாம் வாழ்வ. കരമൊന്ന് ഉയർത്തി പാടിക്കേ. നീർ ഇല്ലാத നാളെല്ലാം നാളാകുമാ? നീരില്ലാத வாழ்வெல்லாம் வாழ்வாகுமா? നീരില്ലാத നാളെല്ലാം നാളാകുമാ? നീരില്ലാத வாழ்வெல்லாம் வாழ்வாகுமா? നിർത്തണ്ടായിരുന്നല്ലേ, പാടിക്കൊണ്ടിരുന്നാൽ മതിയായിരുന്നു. അതാ സന്തോഷം, അതിനെ ഒരു അനുഗ്രഹം. കമോൺ, ഹല്ലേലൂയ. കാട്ടിൽ പോയി വേട്ട തേടാൻ ചേട്ടൻ കൂട്ടി നിൽക്കുന്ന കുഞ്ഞാടിനെ പിടിച്ച് അറുത്തുകൊണ്ട് വരാൻ വീട്ടിലെ അമ്മയുടെ ആജ്ഞ വന്നതുകൊണ്ട് എന്തിനാന്ന് പോലും ചോദിക്കാതെ അറുത്തുകൊണ്ട് വരുന്ന ഇളയവൻ ഇറച്ചി തിളയ്ക്കുമ്പോൾ കാര്യം തുറന്നു പറയുന്ന അമ്മ. എൻ്റെ ഭാവനയിൽ വിരല് കുടഞ്ഞിട്ട് ഇളയവൻ പറയുക, എൻ്റെ അമ്മേ, ഒത്തിരി തട്ടിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ അപ്പൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. ആ പേടി അവനുണ്ട് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു കാണും, മോനെ നീ ധൈര്യമായിട്ടിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിച്ചോളാം, ദോഷമായിട്ടൊന്നും വരില്ല. ഇറച്ചി തിളയ്ക്കുമ്പോൾ കൊന്ന കുഞ്ഞാടിൻ്റെ തോലെടുത്ത് കഴുത്തിലും കരത്തിലും ഒട്ടിച്ചു വെക്കുന്ന അമ്മ. പേര് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ മൂത്ത മകൻ യേശാവെന്ന് പറഞ്ഞോളാൻ പറഞ്ഞിട്ട് കൂടാരത്തിൽ തെക്കും പക്കും നടന്ന് പറഞ്ഞു പഠിക്കുന്ന ഇളയവൻ. തിളച്ച ഇറച്ചിയെടുത്ത് കയ്യിൽ കൊടുക്കുന്ന അമ്മ. വിറയാർന്ന മനസ്സിൽ പോകുന്ന ഇളയവൻ അവിടെ ചെന്നു അപ്പൻ ചോദിച്ചു, മോനെ ആരാകുന്നു നീ? ഒന്ന് കണ്ണടച്ചു. കൂടാരത്തിൻ്റെ അകത്ത് കാണാതെ പറഞ്ഞു പഠിച്ച പദങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുത്തിട്ട് പറഞ്ഞു, അപ്പ ഞാൻ നിന്റെ മൂത്ത മകൻ യേശാവ്. അപ്പൊ തന്നെ അപ്പന് കാര്യം പിടികിട്ടി. എടാ, അപ്പൻ അറിയരുതോ മൂത്തവൻ യേശാവാന്ന്? മൂത്തവൻ വന്നിട്ട് ഞാൻ മൂത്തവനാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വീട്ടിൽ രണ്ടാമനാ, എൻ്റെ അപ്പൻ്റെ അടുത്ത് എന്നിട്ട് രണ്ടാമനാ കേട്ടോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ തൊണ്ടി സഹിതം മോനെ നിന്നെ പിടിച്ചിരിക്കുക അപ്പൻ. പിന്നെ ഒരു ചോദ്യം ബാക്കിയുണ്ട്, പിന്നെന്താ ശപിക്കാതിരുന്നേ? ഒറ്റ ആൻസറേ ഉള്ളൂ, തെരഞ്ഞെടുത്തു പോയത് കൊണ്ടാ. എഫ്രയീം എൻ്റെ വാത്സല്യ പുത്രനോ, എഫ്രയീം എൻ്റെ ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും എൻ്റെ ഉള്ളത്തിൽ നിന്നോട് സ്ഥായി തോന്നുകയാ. ദൈവം പറയുക, നീ എത്ര തെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നാലും ഇന്ന് രാത്രി എൻ്റെ ഉള്ളം നിന്നെ ചൊല്ലി ഉരുകുകയാ. ഞാൻ നിന്നോട് കരുണ കാണിക്കുന്ന രാത്രിയാ. ചേർത്ത് പിടിച്ചു. മോനെ, നിന്റെ വാസന ആശീർവാദം അങ്ങോട്ട് കൊടുത്തു. അപ്പൻ്റെ അനുഗ്രഹം വാങ്ങി ചാടിത്തുള്ളി വരുന്ന ഇളയവൻ, തോളത്തൊരു കൊച്ചു മൃഗത്തെ വെച്ചുകൊണ്ട് അനുസരണയോടെ വരുന്ന മൂത്തവൻ, കപട മൂടുപടമിട്ട് ആ ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മ, ഓടിച്ചെല്ലുന്ന മൂത്തവൻ, അപ്പാ മൃഗത്തെ കിട്ടി,
ഞാൻ പാകം ചെയ്ത് ഓടി വരിക, അനുഗ്രഹിക്കണേ. അനുഗ്രഹം കൈമാറിപ്പോയെന്ന് പറയുന്ന അപ്പൻ, ഇനിയൊരു അനുഗ്രഹം ഇല്ലേ ഡാഡി? ഇല്ല മോനെ, ഞാൻ അനുഗ്രഹിക്കാം, പക്ഷേ ഇനി മുതൽ മൂത്തവൻ നീയല്ല, അവനായിരിക്കും. അനുഗ്രഹത്തിൽ തൃപ്തിപ്പെടാതെ ഓടി ഇങ്ങോട്ട് വന്ന് കയ്യിൽ വാളെടുത്ത് രാഗി രാഗി മൂർച്ച കൂട്ടുന്ന ചേട്ടൻ, ഒച്ച കെട്ടോടിയെത്തുന്ന അപ്പൻ, എന്തിനാ മോനെ വാള്? ഒരൊറ്റ ആൻസറാണ് പറയുന്നത്. ആൻസർ ശ്രദ്ധിക്കുക. അപ്പാ, അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്നൊരു കാലം വരും. എന്ന് വെച്ചാൽ അപ്പൻ്റെ ഫ്യൂണറൽ സർവീസ് എന്നാണോ മരണം നടക്കുന്നത് അന്ന് എൻ്റെ അനിയനെ ഞാൻ കൊല്ലും. എന്താ കാര്യം? കയീൻ എന്ന മൂത്തവൻ ഹാബേൽ എന്ന ഇളയവനെ കൊന്ന് രക്തം ചിന്തിയതാ. ഈ പിശാച് അന്ന് ഫണം താഴ്ത്തി ഇരുന്നിട്ട് ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇസഹാക്കിൻ്റെ മൂത്തവനിൽ പത്തി ഉയർത്തി. മൂത്തവൻ അനിയനെ കൊല്ലുവാൻ. ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. ഇസഹാക്കിനെ പോലെ ഒരു അപ്പൻ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ മക്കളെ രക്ഷപ്പെടുത്തിക്കോണം. വേറൊരു വഴിയില്ല. ഒറ്റ ഡിസിഷൻ ഇന്ന് രാത്രി എടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ മൂത്തവനും അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഇളയവനും അനുഗ്രഹിക്കപ്പെടും. ഇത് ഉൽപ്പത്തി 4 കൊത്തി തൂങ്ങിയ വിഷസർപ്പമാണ് ഇസഹാക്കിൻ്റെ മൂത്തവനിൽ പതിയിരുന്ന് ആക്രമിക്കുന്നതെങ്കിൽ ആണ്ടുകൾ പഴകിയ പാരമ്പര്യ ശാപങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ കാറ്റിൽ പറപ്പിക്കാൻ കരുത്തുള്ള ദൈവമക്കളോ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോ ഇവിടെയുണ്ടെങ്കിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട്, ഒത്തിരി ആരാധിച്ചിട്ട്, ഒത്തിരി തിരുവെഴുത്ത് വായിച്ച്, ഒത്തിരി പ്രസംഗം നടത്തിയിട്ടും ഇന്നുവരെ വർഷങ്ങൾ പതിയിരുന്ന ശാപങ്ങളെ വേരോടെ പറിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു അസുലഭ സന്ദർഭം കർത്താവ് നിനക്ക് കൊണ്ടു തരികയാ. ഇപ്പോഴാകുന്നു നിന്റെ വിടുതലിന്റെ രാത്രി. ഇത് വിടുതലിന്റെ ശുശ്രൂഷയാകയാൽ പരിശുദ്ധമാവ് പറയുകയാ, തിറകൂടിയിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള ശാപത്തെ ഇന്ന് രാത്രി കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോകുകയാ. ആ വെച്ച് സേവകൾ, വെച്ച് പൂജകൾ, നിന്നെ കുരുതി കൊടുക്കാൻ വേണ്ടി പിശാച് വർഷങ്ങളായി ഇട്ടുകെട്ടിയ കുരുക്കുകൾ, യേശുവിന്റെ നാമത്തിൽ ആ ശാപബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിച്ചുവിടാൻ യേശു തയ്യാറാണ്. വിളിക്കു വായ് തുറന്നെന്റെ യേശുവേ. അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്റ്റേജിലെ അഭിഷിക്തന്മാർ ജ്വലിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി കർത്താവ് യുദ്ധം ജയിക്കാൻ പോകുകയാണ്. ചില കുടുംബങ്ങളിൽ അവരുടെ മൂത്ത തലമുറയുടെ നന്മ കാണാൻ കഴിയാതെ എത്രയോ അപ്പന്മാർ തകരുകയാണ്. പുറത്ത് ചിരിക്കുന്നുണ്ട്, പക്ഷേ അവർ അകത്ത് കരയുകയാണ്. ഇന്ന് രാത്രി യുദ്ധം ഈ സഭ ജയിക്കാൻ പോകുകയാ. ശാപശക്തികളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യാൻ അധികാരമുള്ള നാമം. അല്പസമയം ആരാധിക്കാം ദൈവത്തെ. അറബി അന്തൽ ഖമനിയ സഹൽ ഖനാസിയ. ചല റഹിമതകൾ ഖനിക ബൗ ശംദലയബ രഗദിക ബൗഷമനക ശൈതിബിനിയ ബൗഠിമിനിക ബൗഷസ് അജസ്റ്റി ബഹൽക്കമനക ബൗഷസിയാര. കണ്ണടച്ചിരുട്ടാക്കരുത്. അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ഇരിക്കരുത്. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കരുത്. ഇന്ന് രാത്രി വൈദ്യരിൽ വൈദ്യനായവൻ ഗിലെയാദിലെ നൽകുഴമ്പുമായി ഈ പന്തലിന്റെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി നീ കണ്ണടച്ചിരുട്ടാക്കരുത്. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോകരുത്. വരുന്നത് വരുന്നിടത്ത് വെച്ച് കണ്ടോളാം. നോ, നിനക്ക് കാണാൻ പറ്റുന്ന എക്സ്പീരിയൻസ് അല്ല ഇത്. ഒരുപക്ഷെ കാണാൻ നീ മണ്ണിൽ കാണണമെന്ന് നിർബന്ധമില്ല. നിന്റെ വീടിന്റെ മുമ്പിൽ മരണപ്പന്തൽ കെട്ടാൻ പിശാച് ശാപമായി വേഷം മാറി വരുമ്പോൾ ഇന്ന് രാത്രി ആ മരണപ്പന്തൽ അടിച്ചു മാറ്റി വിരുന്ന് വീടാക്കി മാറ്റാൻ കരുത്തുള്ള യേശുവിനെ ഇന്ന് രാത്രി വായ് തുറന്ന് വിളിക്കുക, എന്റെ യേശുവേ. ചില യൗവനക്കാരുടെ കെട്ടിപ്പോൾ അഴിയുകയാ. അവരെ കുരുതി കൊടുത്ത ദുരമാവ് ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാ. അവരുടെ രക്തം ഇന്ന് രാത്രി ഡയാലിസിസ് ചെയ്യുകയാ, ശുദ്ധീകരിക്കപ്പെടുകയാ. Majesty,
മജസ്റ്റി ലഹിമതകറഹ അജസ്ബ ഹൽക്കി മഹദർഗബാനി അജസ്ബ ഹൽക്കി മഹാസിയ. പിശാചിന്റെ ഭീഷണി കേട്ടുകൊണ്ട് നീ ഇരിക്കുകയാ. കൂട്ടുകാർ നിന്നെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വഴിയിൽ പതിയിരിക്കുകയാ. നിനക്കിനി രക്ഷപ്പെടാൻ വഴി ഒന്നേയുള്ളൂ. യേശു നിന്നെ തോണ്ടിയെടുക്കാൻ പോകുകയാ. യേശു നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാ. ഫാമിലിയായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്താണ്. പ്രസ്റ്റീജ് നോക്കിയിരിക്കരുത്, സ്റ്റാറ്റസ് നോക്കിയിരിക്കരുത്, ഡീസൻസി നോക്കിയിരിക്കരുത്, പാരമ്പര്യം നോക്കിയിരിക്കരുത്, പെന്തക്കോസ്തിലെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇന്ന് രാത്രി ശാപത്തിന് കൂച്ചുവലങ്ങിടാൻ കഴിയുന്ന കർത്താവിന്റെ കര ഈ ഗ്രൗണ്ടിൽ ചലിക്കുകയാ. ശാപത്തിന്റെ കുടിയിരിപ്പുകളുള്ള വീട് നന്മ അനുഭവിക്കത്തില്ല. ശാപത്തിന്റെ കുടിയിരിപ്പുള്ള കുടുംബങ്ങൾ നന്മ അനുഭവിക്കത്തില്ല. കാര്യം അവകാശം വേറെയാ. പക്ഷെ ഇന്ന് രാത്രി അഭിഷിക്തന്മാരെ, ആയുധവർഗം വെപ്പിച്ച നസ്രായനായ യേശു ഇന്ന് രാത്രി കമാൻഡ് ചെയ്യുകയാ. പിശാചിനോട് വിട്ടുമാറുവാ, അവകാശങ്ങൾ ഇട്ടേച്ചു പോകുവാ. പിശാചിനോട് കമാൻഡ് ചെയ്യുന്നു, നിന്റെ കൈ എടുത്തു മാറ്റുക. ഇന്ന് രാത്രി ഞാൻ ഈ ദൂതുമായി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഗതി പിടിക്കുവാൻ സാധ്യതയില്ലാത്ത വീട്ടിലെ ജന്മമായിരുന്നു എൻ്റെ ജന്മം. എൻ്റെ അപ്പനും അമ്മയും 50 വർഷം പിന്നിട്ടു പെന്തക്കോസ്തിൽ വന്നിട്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ, എൻ്റെ അപ്പൻ്റെ എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ഗതി പിടിച്ച ആരെയും എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞു പിടിച്ച് വരുമ്പോൾ ക്രിസ്തീയ കുടുംബമാണ്, CSI ഫാമിലിയാണ്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഗതി പിടിച്ച ചരിത്രമില്ല. ഒരു 100ൻ്റെ നോട്ട് നെറ്റിയിൽ തൊടാൻ അനുവാദമില്ലാത്തൊരപ്പൻ. എത്ര കഷ്ടപ്പെട്ടാലും മിച്ചപ്പണം വെക്കാൻ ഭാഗ്യം കിട്ടാത്തൊരപ്പൻ്റെ മകനാണ് ഞാൻ. പെന്തക്കോസ്തി വന്നു, ആരാധിക്കാൻ തുടങ്ങി. അവസ്ഥകളൊന്നും മാറിയില്ല കേട്ടോ. പിന്നെ സമാധാനമുണ്ട്, മദ്യപാനമില്ല, സ്വസ്ഥതയുണ്ട്, അടിയില്ല, വഴക്കില്ല, സന്തോഷം. പക്ഷേ ഗതി പിടിച്ച ഒരു ജന്മമല്ലായിരുന്നു ഞങ്ങളുടെ. ഞാൻ സുവിശേഷ വേലയിലേക്ക് വരുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് രാത്രി മുഴുവൻ. ഇന്ന് എൻ്റെ കയ്യിലൊരു കർച്ചീഫാണ്, പണ്ട് എൻ്റെ കയ്യിലൊരു ടർക്കിയാണ്. ടർക്കി മുഴുവൻ കരഞ്ഞ് കണ്ണുനീരായിട്ട് പിഴിഞ്ഞു കളയുമായിരുന്നു. ഹോൾ നൈറ്റ് കരഞ്ഞ് 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 തീർക്കുമായിരുന്നു. എൻ്റെ അപ്പൻ കഴിച്ചോ എൻ്റെ അമ്മ കഴിച്ചോ എന്നുള്ള ചിന്ത അകത്ത് വരുമ്പോൾ ഉറക്കം പോകും. എൻ്റെ കാര്യം വിട്, സുവിശേഷ വേലയിൽ പട്ടിണി മാത്രം കഴിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അന്നൊക്കെ ആശ്വാസം, കുറേ പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ ആശ്വസിക്കും. വേറെ വഴിയൊന്നുമില്ല, ആരും കൊണ്ടുത്തരാനൊന്നുമില്ല. 10-30 ദിവസം പട്ടിണി കിടക്കുമ്പോൾ മെല്ലെ പാടും, നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ഇതെന്തിനാ പാടുന്നറിയാമോ? കരയാനാ പാടുന്നത്. സത്യദൈവദാസന്മാർ പൊട്ടിക്കരയണം. കുറച്ച് കരഞ്ഞു കഴിയുമ്പോൾ മനസ്സിന് കുറേ ആശ്വാസമുണ്ട്. ഇതിനു വേണ്ടി മാത്രം ഈ പാട്ടൊക്കെ പാടുന്നത്, വേറൊന്നിനും വേണ്ടി പാടുകയല്ല. സത്യം ഞാനീ പറയുന്നത്, കരയാൻ പാടുക. കരഞ്ഞു നേരം വെളുപ്പിച്ചു വർഷങ്ങൾ. പക്ഷേ ഇങ്ങനൊരു ശുശ്രൂഷയിൽ പോയി ഇരിക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്കന്ന് തമ്പുരാൻ കനിഞ്ഞു തന്നിട്ടില്ല. ഗതി പിടിക്കാനുള്ള വഴി പറയാൻ ഗതി പിടിച്ചവർക്കേ പറ്റൂ. അങ്ങ് കൈയടിച്ച് കൊടുക്കുക ദൈവദാസനെ, കാരണം അതൊരു വിടുതലാണ്. ഈ കർത്താവിൻ്റെ ദാസനെ വർഷങ്ങൾ കൂടിയാ ബിജിപ്പാസിനെ ഞാൻ കാണുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്ന കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. നീ ഗതി പിടിക്കണം. നിന്റെ ഈ കൈ ഒരു നന്മയിൽ കൈ വെക്കണം. ദാരിദ്ര്യം വീട്ടിൽ നിന്ന് മാറണം. ആമേൻ, 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 ആമേൻ. അവസ്ഥ മാറുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും?
ഉറപ്പാണ് ഇന്ന് രാത്രി എൻ്റെ അവസ്ഥ ചേഞ്ച് ആകുമെന്ന് എത്ര പേർ വിശ്വസിക്കും? ഇതിൻ്റെ അകത്ത് ചിലരൊക്കെ ഇരിപ്പുണ്ട്. കുനിഞ്ഞിരിക്കരുത്, കണ്ണടച്ചിരുട്ടാക്കരുത്. ഇന്ന് രാത്രി കർത്താവ് പറയുക, നിൻ്റെ അവസ്ഥ മാറ്റാൻ തയ്യാറുള്ളവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. റഹീമത ജനകസിയ, ഇന്ന് രാത്രി നിന്നെ തൊടാതെ അവൻ ഇവിടുന്ന് പോത്തില്ല. നിന്നെ തൊടാതെ ഇന്ന് രാത്രി അവൻ ഇവിടുന്ന് പോത്തില്ല. എൻ്റെ പ്രസംഗം ഞാൻ നിർത്താം, പക്ഷേ അവൻ്റെ പകർച്ച അവൻ നിർത്തരുത്. എൻ്റെ മെസ്സേജ് ഞാൻ നിർത്താം, പക്ഷേ അവൻ്റെ സ്പർശനം നിർത്തരുത്. ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറയുന്നു, ഇന്ന് രാത്രി ഇരുന്ന് കൈയടിച്ച് ആരാധിക്കുമ്പോഴും സാമ്പത്തികമായി ഞെരുങ്ങി നുറുങ്ങി ഒടിഞ്ഞ് തകർന്ന് വേദനിച്ചല്ലേ നീ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്? കർത്താവ് പറയുക, നിന്റെ സമ്പത്തിൻ്റെ മേലുള്ള ശാപങ്ങളെ ഇന്ന് രാത്രി തുടച്ചു മാറ്റാൻ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന വഴി ഇന്നലെ രാത്രി ഞാൻ ഇവിടുത്തെ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ച് കോട്ടയം പോയി. ചർച്ചിലൊരു മരണം നടന്നതുകൊണ്ട് 11 മണിക്ക് ഫ്യൂണറൽ സർവീസ് ഞങ്ങൾ പോയി തിരിച്ചു വരികയാണ്. വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഫാദർ തദേവ് സരവന്തത്ത് എഴുതിയ ഒരു വരിയുണ്ട്. പണ്ട് ആ പാട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു ഭക്ഷണം പോലെയാണ്. കുരിശുകളോരോന്നായി പെരുകുമ്പോൾ അവശതയാൽ ചുറ്റും നോക്കി ഞാൻ, കടമൊന്നും വീട്ടാൻ കഴിയാതെ പടിവാതിൽ മുട്ടിത്തളരുമ്പോ, കാലക്കേടാണെന്നോതി എല്ലാരും വേഗം എന്നിൽ നിന്നകലുമ്പോ, നാണക്കേടിൻ്റെ നേരത്താരും തെല്ലാശ്വാസം നൽകാനില്ലാതാ, ക്രൂശിലേക്കൊന്നു നോക്കി ഞാൻ, ഹൃദയം തകർന്നൊരു യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകുന്നി കരമൽ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഇതിങ്ങനെ ജീവിതത്തിൽ ചേർത്ത് വെച്ചതാണ്. എന്നുവെച്ചാൽ അതുപോലെ ആയിപ്പോയി. സഹചരെ ഞാൻ എന്നും സ്നേഹിച്ചു, അവരുയരാൻ നന്നായി യത്നിച്ചു, പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു, സമയം ഞാൻ ഏറെ പങ്കിട്ടു, എന്നെ തേടാനോ കൂടെ നിൽപ്പാനോ വരും അവരെ നാശിച്ചു, പണമില്ലാതായി ബലമില്ലാതായി ആർക്കും വേണ്ട കറിവേപ്പിലയാ. ഇതായിരുന്നു എൻ്റെ ജീവിതം. ഒരു കറിവേപ്പില പോലെ ഇട്ട് തട്ടിയതാ. പക്ഷേ ഒരു നാൾ അവൻ്റെ അഭിഷേകം കയറി അങ്ങ് തൊട്ടു. അവൻ്റെ ശക്തി കയറി തൊട്ട് കഴിഞ്ഞപ്പോ കറിവേപ്പില പോലെ ഇട്ട് തട്ടുന്ന പലതിനെയും തീച്ചുവാല പോലെയാക്കാൻ ഈ ഒരൊറ്റ കൈവപ്പ് മതിയെന്ന് തിരിച്ചറിഞ്ഞവനാ ഞാൻ. എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ ജനത്തെ മുമ്പോട്ട് വിളിക്കാൻ പോകുക. എന്തിനാണെന്നറിയാമോ? ഈ കൈവപ്പിനാൽ നിന്റെ ഉള്ളിൽ കിടക്കുന്ന കൃപാവരങ്ങൾ ഈ രാത്രി ജ്വലിക്കാൻ പോകുക. അന്യഭാഷ പറയാണ്, തീജ്വാല പോലെ പറയണ. ഇടവും വലവും നോക്കിയിരുന്ന അച്ചാച്ചന്മാരും അമ്മമ്മമാരും പറയുന്ന പോലെ പറയരുത്. വായി തുറന്ന് ജ്വലിക്കണം. ഇന്ന് രാത്രി ആത്മാവ് പറയുക, നിനക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്റെ തലമുറയെ കൊണ്ടോടിയെടുക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ പവർ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് വെളിപ്പെടുകയാ.
നാടുകളുടെ അപ്പോസ്തലന്മാരായിരിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ട്. രാജ്യങ്ങളുടെ പ്രവാചകന്മാരായിരിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ട്. ആയിരങ്ങളുടെ കെട്ടഴിക്കാൻ കൃപയുള്ളവർ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എവിടെയോ അവിടെ കഴുത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ശാപത്തിൻ്റെ അടിത്തറകൾ ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ആ അടിത്തറ ഇന്ന് രാത്രി ഇളകുകയാണ്. എത്ര കഴിവുണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറത്ത് പോകാൻ കഴിയാതെ നിന്റെ കഴിവ് ഇത്രയും കഴിവുണ്ടായിട്ട് ഒരു ഏരിയയിൽ കാലുകുത്താൻ കഴിയാതെ, ഒരു രാജ്യത്ത് പോകാൻ കഴിയാതെ കഴിവുള്ള നീ ഇന്നും ശാപത്തിന്റെ അടിത്തറയിൽ നിന്ന് കരയുന്നെങ്കിൽ ഈ രാത്രി എന്നെ ദൈവം ഇവിടെ നിർത്തിയത് നിന്റെ യാത്രയുടെ കെട്ടഴിക്കാനാ. നിന്റെയോളം കഴിവില്ലാത്ത പലരും പല രാജ്യങ്ങളിലേക്ക് ഫ്ലൈ ചെയ്തെങ്കിൽ ഇന്ന് രാത്രി കഴിവല്ല വിഷയ, ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആണ് വിഷയ. കഴിവല്ല വിഷയ, ദൈവത്തിന്റെ കരമാണ് വിഷയ. ഇന്ന് രാത്രി വായി തുറന്ന് come on. Majesty Ramal Kamani Masiantani Lajas Bitaria Mahalkanasi Ajasta Ba Jasri Bihalki Arajas Mata Isasbi Alaita Isasbi Kani Arajas Matasi Lajas Bitasi Aratakala Hasia Thieragate ദൈവത്തിന്റെ തീയറങ്ങട്ടെ. ഈ അഭിഷിക്തൻ ആരാധിക്കുന്ന പോലെ ധൈര്യമുണ്ടോ? എഴുന്നേറ്റ് നിന്ന് ചാടി തുള്ളി തീ പിടിച്ച് ആരാധിക്കാൻ ധൈര്യമുണ്ടോ? നിന്റെ പ്രായം അനുവദിക്കുന്നില്ലല്ലേ? നിന്റെ പ്രസ്റ്റീജ് അനുവദിക്കുന്നില്ലല്ലേ? ഇന്ന് രാത്രി അപ്പൻ നിറയട്ടെ. അഭിഷേകമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആരും ആരെയും ഫോക്കസ് ചെയ്യണ്ട. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്റെ ജനത്തെ തൊടുകയാ. Shamda regana dilgai damana regadil khani baushas kana jalabandala rambaba lambaba rambaba lambaba rajaga thibala baushaba adaga chalagam daragam chaligarangala bambaba ramda athula rambaba ramdal khamaniga regadala baushaba hatha chagana dhigari chagana artha regana dhigari chagana regada regade arthaga rambaba ramdala ramba praudaba regadala bausha artha regana dhigara dhigari chagana. ഈ ആരാധനയിൽ ഇന്ന് രാത്രി ജയത്തിന്റെ കൊടി കർത്താവ് നാട്ടുകയാ. അഭിഷേകമുള്ള ദൈവമക്കൾ ഇരുന്ന് ആരാധിക്കരുത്. അഭിഷേകമുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോണം. ദൈവശക്തിയുള്ളവർ ഇരുന്ന് ആരാധിക്കരുത്. ദൈവശക്തിയുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോണം. കാര്യം ഒരു സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യാൻ പോകുകയാ. നീ നിൽക്കുന്ന ഇടത്ത് ദൈവശക്തിയുണ്ട്. Bamda regana dilgai damana hatta gana shamda regane asta regane abdal khamani athurajana dilgai damana thira jagane hatta jagane abdal khamani udagachana abdal khamani thura jagane hatta jagana dilgai dhare he Jesus ബഹൽക ബാന. ആ നാമം ഉയരട്ടെ. ശാപങ്ങൾ തകരട്ടെ. ഉടകച്ചാനെ അബ്ദൽ ഖാന ഉടകച്ചാനെ അർദ്ധച്ചാന അബ്ദൽ ഖമനി ഉടകച്ചാന അർദ്ധഗജാന അബ്ദൽ ഖാനി ശംദൽ ഖാന അബ്ദൽ ഖാന ശംദൽ ഖമനി ഉടകച്ചാന ജാൽഖത്ത മൽഹാസിസ്ഥാന മൽഹർത്തച്ചാന മൽഹാദർ ഖമനി അൽബാദർ ഖമനി ശംദൽ ഖാന യേസ് ബഹാരി ഛാന മൽഖാരി ഖനഗെ മൽഹംദൽ ഖാന. തീയറങ്ങട്ടെ
തീ ഇറങ്ങട്ടെ, ആത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. ആധാൽ ഗബർതര ബമ്മ പ്രൗഢ രംദൽ ഖാന ചാദർ കമനി രഗദൽ പ്രൗഢ ചംദൽ ഖാനെ ദൽ ഖാദ രംബ പ്രൗഢ ചമന രഗദ ധഗര ധഗര ധഗര. തൊരട്ടെ രാത്രി കർത്താവ് തൊരട്ടെ. ചിലരെ തൊടുകയാ. വർഷങ്ങളായി അവർ ചുമന്ന ക്രൂശ്, വർഷങ്ങളായി അവരുടെ തലയിൽ കെട്ടിവെച്ച ഭാണ്ഡക്കെട്ടുകൾ ഇന്ന് രാത്രി ആ ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചു വിടുകയാ. ആ ചങ്ങല ഇന്ന് രാത്രി അഴിച്ചു വിടുകയാ. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു നല്ല നന്മയിൽ കൈവെക്കാൻ അനുവാദമില്ലാതെ ഭൗതിക മേഖലകളെ കുരുക്കിയിട്ട എല്ലാ ശാപത്തിന്റെ അധികാരങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. Andalil kamana rektai di bilam darkara andal kamani regada regada regadi regada regada laidal khana andal khadagaram babamba regada regada regada. രാത്രി അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ തന്നെ ജനത്തെ തൊടുകയാ. അഭിഷേകം നുഖങ്ങളെ തകർക്കും, അഭിഷേകം നുഖങ്ങളെ തകർക്കും. യൗവനക്കാരാ, നിന്റെ മുമ്പിൽ ലോങ് ലൈഫാ, മുമ്പിലുള്ള ലോങ് ലൈഫാണ്. ഇന്ന് രാത്രി ഈ ദൂത് കേട്ട് അഴിക്കാനുള്ള കെട്ട് നീ അഴിച്ചോ. യൗവനക്കാരാ, യൗവനക്കാരി, നിന്റെ മുമ്പിൽ അസാധാരണമായ വഴികളായി ഇനിയുള്ളത്. ലോങ് ലൈഫ് നിന്റെ മുമ്പിലുണ്ട്. പക്ഷെ നിന്നെ എവിടെ ഇടയ്ക്ക് വെച്ച് കുരുക്കിയിടുന്ന ഒരു നന്മയുണ്ടാകാതെ മനസ്സ് ഡൗണാക്കി എത്ര ശ്രമിച്ചാലും മനസ്സ് തുറന്ന് ജീവിക്കാൻ കഴിയാതെ നിന്നെ കുരുക്കിയിട്ട് എല്ലാ കുരുക്കുകളും ഈ രാത്രി അഴിക്കാൻ പറ്റിയ സമയമാ. Oh, rai jai sai thai sai amtharai jai sai thai sai thai aramba shakala ga ramba bala bamda raja bamdal khana adhalbi ramdal khana. ആരാധന വെളിപ്പെടട്ടെ. ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല ആരാധന. ആരാധിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ചു ചേർന്ന് അവരുടെ മേലുള്ള ദൈവശക്തിയാൽ ഒന്നിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ സ്വർഗം തുറക്കുക. അന്തരീക്ഷത്തെ മലിമസമാക്കുന്ന ആ ഭീചാരങ്ങളും മന്ത്രവാദങ്ങളും ഈ കാട് വിട്ട് മാറാൻ പോകുകയാ, ഈ കുന്നു വിട്ട് മാറാൻ പോകുകയാ. ആരും അറിയാതെ സൈലന്റ് ആയിട്ടിരുന്ന് പിശാചിനെ വിളിച്ചു വരുത്തുന്ന ചില ഏറിയകൾ ഇന്ന് രാത്രി വിശുദ്ധീകരിക്കപ്പെടാൻ പോകുന്നു. Ramdara Chasmini Hamdal Khana Araba Shakaria Bahal Kanazi Arabi Amdal Kamaniga Bau Shamdaradana Arabi Amdal Kamani Regadalaya Praushamana Hadariga Bau Shamdaradana Udagamana Hadariga Bau Shihabada Jana Hasaria Baha Adal Kamar Bazi Antani Al Baharazi Aranta Bahal Kamanaga Shine to become Talaria Praushas Arata Isas Vitoria Mahal Kanahama Bahadaria. ഈ പന്തലിൻ്റെ അകത്ത് യഹൂദ ഗോത്രത്തിലെ സിംഹ ആ ചെന്നായ കടിച്ചു കീറുന്ന ലാഘവത്തോടെ ഇന്ന് രാത്രി അവൻ ഇവിടെ വാഹനം ഇറങ്ങിയിട്ടുണ്ട്.
സാധാരണ ഒരു കൺവെൻഷൻ പ്രസംഗം പോലെയല്ല. ഇന്ന് രാത്രിയിലെ ഈ യോഗ അസാധാരണമായ ആത്മമണ്ഡലത്തിലെ യുദ്ധമാണ്. അന്ധകാരത്തിൻ്റെ ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന, വാഴ്ചകളും അധികാരങ്ങളും ഇന്ന് രാത്രി അമിതബലം പ്രാപിക്കുന്ന ദൈവമക്കൾ ശാസിക്കുക അതിനെ. കാര്യം നിന്റെ അടുത്ത് നിൽക്കുന്നവർ വിടിവിക്കപ്പെടാൻ പോകുകയാ. നിന്റെ അടുത്ത് നിൽക്കുന്നവരുടെ കേട്ടഴിയാൻ പോകുകയാ. ഈ ആരാധനയിൽ ഇവിടെ ഈ മധ്യഭാഗത്ത് പുറകിൽ യെസ് ഈ താഴെ ഈ ശബ്ദ പരിധിക്കകത്ത് ഈ രാത്രി ഒരു ഡെലിവറൻസ് നടക്കുകയാ. ഇത് വിടുതലിന്റെ രാത്രിയാണ്. ഇത് വിടുതലിന്റെ രാത്രിയാണ്. ഇത് വിടുതലിന്റെ രാത്രിയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം, കരമുയർത്തിപ്പറ, എൻ്റെ സഹായം, എൻ്റെ സഹായം, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ എൻ്റെ സഹായം പുറപ്പെട്ടു വരികയാ. ഇന്ന് രാത്രി കര ഉയർത്തി പറ, ഇന്ന് രാത്രി ഞാൻ കൽപ്പിക്കുന്നു, സ്വർഗത്തിനു ഭൂമിക്ക് സകല അധികാരവും സകല ദൈവമക്കളും പറ, സകല അധികാരവും എൻ്റെ യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നതിനാൽ, അതേ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ, അതേ അധികാരം എൻ്റെ മേൽ ഉള്ളതിനാൽ ഞാൻ കൽപ്പിക്കുന്നു, ഇന്ന് രാത്രി എല്ലാ ശാപങ്ങളും എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ഫാമിലിയിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന് ഇന്ന് രാത്രി മാറിപ്പോവുകയാ. കരമടിച്ച് സ്തുതിക്കുക ദൈവത്തെ, സ്തുതിക്കുക. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാലുമേ. ബോലോ യേശു മസീഹ്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഇരിക്കാം കർത്താവിൻ്റെ മുമ്പ്. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാലുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാലുമേ. എൻ കൺകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി. എണ്ണിയാൽ തീരാ നന്മകൾ തന്ന് എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാലും. കര ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒറ്റ കാര്യോടെ പറഞ്ഞിട്ടൊരു ചെറിയ സൊല്യൂഷനോട് അങ്ങ് പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഞാൻ എൻ്റെ ആത്മാവ് നിറഞ്ഞ ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നത്. ഈ കൺവെൻഷൻ വെച്ച കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സല്യൂട്ട്. ഹല്ലേലൂയ. അപ്പൻ യാക്കോബ് 12 മക്കളെ അടുക്ക വിളിച്ചിട്ട് അവരെ ഒന്ന് അനുഗ്രഹിക്കുക. ഏതാ 12 മക്കൾ? രൂബൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഇസഖാർ, സെബുലൂൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശർ, ജോസഫ്, ബെന്യാമീൻ. ഇതാ 12 ആമക്കൾ. 12 ആമക്കളെയും കൂടി നിരനിരയായിട്ട് നിർത്തിയിട്ട് അപ്പൻ അനുഗ്രഹിക്കാൻ വരിക. മൂത്തവൻ്റെ പേര് രൂബൻ. ഇവനെ അനുഗ്രഹിക്കാൻ ഇങ്ങോട്ട് കൈ ഉയർത്തുകയും അപ്പൻ്റെ നാവിൽ നിന്ന് വരുന്ന ശാപമാണ്, നീ ഗുണം പിടിക്കുകയല്ലടാ. അനുഗ്രഹിക്കാൻ വിളിച്ചു വരുത്തിയതാ, മാറ്റി. പിന്നെ എനിക്ക് 2 ശിമിയോനും ലേവി പിടിച്ചു. ബ്ലസ് ചെയ്യാൻ കൈ ഉയർത്തിയിട്ട് നിങ്ങളും ഗുണം പിടിക്കുകയല്ല,
യാക്കോബ് എന്ന അപ്പം പറഞ്ഞതാ, നീ ഒരു യോഗം വെച്ചാ ഒറ്റ ആൾ പോലും വരില്ല കേട്ടോ. നിന്റെ വാള് സാഹസത്തിൻ്റെ വാളാണ്. അപ്പൻ്റെ ശാപം പിടിച്ചു മാറ്റി. അടുത്ത ഓരോ തലമുറകളെ ഇങ്ങോട്ട് വിളിച്ച് ഒരുത്തിനോട് പറഞ്ഞു, നീ വെജ് കഴിക്കുകയല്ല, നീ നോൺ വെജേ കഴിക്കുകയുള്ളൂ. ഒരുത്തിനോട് കൊടുത്ത അനുഗ്രഹം. വേറൊരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ മതിലിൻ്റെ മേൽ പടരാൻ പോവാ. പബ്ലിക്കായിട്ട് കേട്ടോ. മക്കളിൽ ചിലതിനെ ശപിച്ചു, ചിലതിനെ അനുഗ്രഹിച്ചു. തിരിച്ചറിയുക. അന്നു മുതൽ ലേവി നടക്കുന്നിങ്ങനെ കുനിഞ്ഞാണ്. കാര്യം അപ്പൻ്റെ ശാപം, അപ്പൻ്റെ ശാപം, അപ്പൻ്റെ ശാപം. ഒരിക്കൽ ഒരഭിഷിക്തൻ രംഗത്ത് വന്നു. പേര് മോസസ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ആവർത്തന പുസ്തകം അവസാന ചാപ്റ്റേഴ്സ് വായിച്ചാൽ മതി. ഗോത്രങ്ങളെ 12 നിരനിരയാക്കി നിർത്തി. അപ്പൻ ശപിച്ച ലേവിയെ തെരഞ്ഞു പിടിച്ച അഭിഷിക്തൻ അതങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുക, അപ്പൻ്റെ ശാപത്തെ അഴിക്കാൻ അഭിഷിക്തന് കഴിയും. ആരെങ്കിലും പറഞ്ഞ് ശപിച്ചൊരു ശാപം ബാക്കി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകമുള്ള ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. അഭിഷേകം അപ്പൻ്റെ ശാപത്തെ തുടച്ചു മാറ്റാൻ പോകുകയാ. അഭിഷേകം അപ്പൻ്റെ ശാപത്തെ തുടച്ചു മാറ്റാൻ പോകുകയാ. യെസ്, മോസസിനെ പോലെ ദൈവാഭിഷേകം പ്രാപിച്ച് ആരെങ്കിലും ഈ പന്തലിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. അപ്പൻ ശപിച്ച് തലകുമ്പിട്ട് നടക്കുന്ന ചില ലേവിമാരുടെ കെട്ടഴിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ഏൽപ്പിച്ചിരിക്കുകയാ. അപ്പൻ്റെ ശാപ അഭിഷിക്തൻ ക്യാൻസൽ ചെയ്യുകയാ. കാരണമുള്ളത് കൊണ്ടാണല്ലോ പാസ്റ്ററെ അന്നും. പക്ഷേ അപ്പൻ ചെയ്യരുത്, അങ്ങനെ അപ്പൻ ചെയ്യരുത്. അപ്പൻ അതൊരു ഉയർന്ന പോസ്റ്റാണ്. ഇന്ന് രാത്രി സ്നേഹിക്കാനോ കരുതാനോ വീട്ടിൽ ആരെങ്കിലും ഇല്ല എങ്കിൽ, കളിയാക്കുന്നവരുടെ ഗണം വീട്ടിൽ കൂടുതലാണെങ്കിൽ, പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ ഗണം വീട്ടിൽ അധികമാണെങ്കിൽ, ഞാൻ അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യാം. എൻ്റെ കൈ നിങ്ങളുടെ തലമേൽ വെക്കാം. അഭിഷേകം നിന്നെ തൊടും. ഇന്ന് രാത്രി നിൻ്റെ ഒറ്റപ്പെടൽ മാറാൻ പോകുകയാ. നിന്നെ പരിഹസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നെ കൊണ്ട് എന്താടാ ഗുണം? വീട്ടിൽ നീ മരുമകളാണോ? നിന്നെ കൊണ്ട് എന്താടി ഗുണം? നീ വന്നു കയറി അന്നു മുതൽ ഇങ്ങനെയായി പോയില്ലേ എന്നാക്രോശിക്കുന്ന ശരം കണക്കെയുള്ള പദം കേട്ട് രാത്രിയുടെ യാമങ്ങൾ കണ്ണുനീരിൽ കൈകഴുകുന്ന ഒരാളെന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയുന്നു, ലേവിയുടെ കെട്ടഴിച്ചവൻ നിന്റെ ദൈവമാണ്, നിന്റെ ദൈവമാണ്. സ്വീകരിച്ചോണം, സ്വീകരിച്ചോണം. കൈ അടിച്ചോ കൈ ഉയർത്തിയോ ഒക്കെ അങ്ങ് സ്വീകരിച്ചോണം. നിർബന്ധമില്ല. ഇന്ന് രാത്രി ഇത് സ്വീകരിച്ച് നീ പോയാൽ നിന്റെ വീട്ടിലൊരു നന്മ വെളിപ്പെടാൻ പോകുകയാ. അപ്പൻ ശപിച്ചു മാറ്റിയ നിന്നെ പുരോഹിത ശുശ്രൂഷ ഏൽപ്പിച്ച് പരസ്യമായി മാനിപ്പാൻ കരുത്തുള്ളൊരു ദൈവം. ഇനി നിങ്ങൾ എൻ്റെ കൂടെ ടാബർനാക്കൾ വരെ വരണം. സമാഗമന കൂടാരം, മനുഷ്യനും ദൈവവും സമമായി ആഗമിക്കുന്ന കൂടാരം. ജോസഫ് തൻ്റെ ഗോത്രം ഇല്ലേ, എഫ്രൈമിൻ്റെ മനുഷ്യര്, മതിലിന്മേൽ പടരുന്ന ഗോത്രം, കടിച്ചു കീറുന്ന ചെന്നായിയുടെ ഗോത്രം, സമുദ്രതീരത്ത് പാർക്കുന്ന ഗോത്രം, നന്മ അനുഭവിക്കുന്ന ഗോത്രം. കയ്യിലൊരു കൊച്ചു ചരട്, അറ്റത്ത് ഒരു കൊച്ചു ആട്. ആരാധനയ്ക്ക് വേണ്ടി വരിക. ടാബർനാക്കളിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ അകത്തൊരാൾ നിൽപ്പുണ്ട്. നീളക്കുപ്പായോ നീല നിലയെങ്കിൽ നടുക്കിട്ട് മരക്കെട്ടുമൊക്കെ കെട്ടി, യഹോവയ്ക്ക് വിശുദ്ധമെന്നുള്ള നെറ്റിപ്പട്ടമൊക്കെ കെട്ടി, മാർപ്പതക്കോ ഏഫോദുമൊക്കെ ധരിച്ച് 2 ചുമൽ കണ്ടങ്ങളിൽ 6 ഗോമേതക കല്ല് കൊത്തി. ആ 12 ഗോമേതക കല്ലിൽ രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഇസഖാർ, സെബുലൂൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ജോസഫ്, ബെന്യാമിൻ. എന്നിട്ട് പോരാഞ്ഞിട്ട കുപ്പായത്തിൻ്റെ താഴെ മാതളപ്പഴങ്ങളും പൊന്മണികളും കൂടി കെട്ടിത്തൂക്കി ഒരാൾ നിൽപ്പുണ്ട്. ഗോത്രം ഏതാണെന്നറിയാമോ? ലേവി. വരുന്നതാരാന്നറിയാമോ? ജോസഫിൻ്റെ ഗോത്രം. മതിലിന്മേൽ പടരുന്നവൻ ആരാധനയ്ക്ക് വരുമ്പോൾ ഇനി അനുഗ്രഹം വരുന്ന വഴി എങ്ങനാണെന്നറിയാമോ? ലേവി ത്രൂവ. ലേവി ജോസഫിൻ്റെ ഗോത്രത്തിൽ കൈ അങ്ങോട്ട് തലയിലോട്ട് വെച്ചിട്ട് പറയും, സിയോനിൽ നിന്ന് യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ച്
നിനക്കുത്തരമരുളുമാറാകട്ടെ. ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ട് നീ നനയുമാറാകട്ടെ. സഭ മുഴുവൻ ആമേൻ പറഞ്ഞ്. ഇപ്പം ജോസഫ് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ലേവി വഴിയേ വരൂ. അപ്പൻ്റെ ശാപം അഭിഷിക്തം പൊട്ടിച്ച് മാറ്റിയപ്പോൾ, അഭിഷിക്തന്മാരെ, നാടിനെ അനുഗ്രഹിക്കാനുള്ളവരാ നമ്മൾ. ഗതി പിടിക്കുകയല്ലെന്ന് പറഞ്ഞു വിട്ട വീട്ടുകാരുടെ മുമ്പിൽ നാട്ടിൽ അനുഗ്രഹം കൊണ്ടുവരാൻ കരുത്തുള്ള ദൈവശക്തി ഇന്ന് രാത്രി അകത്ത് വേറിയ ദൈവമക്കൾ കരമുയർത്തിയവനെ ഹല്ലേലൂയ. ഓക്കെ, ഇനി ഞാൻ സൊല്യൂഷനിലേക്കൊന്ന് വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് പിരിയാൻ തോന്നുന്നില്ലല്ലേ? മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിത് യുഗകാലം വരെയും. പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. ഇതാ സൊല്യൂഷൻ. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈ. ഈ പാട്ട് അറിയാവുന്നവർ എത്ര പേരുണ്ട് എൻ്റെ അകത്ത്? ഇത്രയും പേരുണ്ടായിട്ടാണോ ഞാൻ ഈ ഒറ്റയ്ക്ക് പാടുന്നത്? നിങ്ങളൊന്ന് പാടിയാൽ മതി. ജനം ആർപ്പിട്ടാൽ യെരിഹോ വിടിയും. ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് എത്ര പാടിയാലും യെരിഹോ അങ്ങനെ നിൽക്കും. പക്ഷെ നിങ്ങൾ ആർപ്പിട്ടാൽ ഉലക സ്ഥാപനത്തിൻ മുൻപുളവായൊരൻപ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാ. ഉലക സ്ഥാപനത്തിൻ ഉളവായൊരൻപ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടു, അവൻ നമ്മെ തിരഞ്ഞെടു, അവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാ. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സൊല്യൂഷൻ പിടികിട്ടിയവർ എത്ര പേരുണ്ട്? ക്രൂശിൽ എങ്ങനെ യേശു കിടന്നേ? കമോൺ. എങ്ങനെ യേശു കൈവിരിച്ചത്? കമോൺ. പറ്റുന്നില്ലല്ലേ? കൈ അങ്ങോട്ട് പൊങ്ങണില്ലല്ലേ? എനിക്കറിയാം പറ്റില്ല. ആ ശാപത്തിന്റെ അടിത്തറ പൊട്ടിച്ചവരെങ്കിലും കമോൺ. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. മണിക്കൂറുകൾ ഇങ്ങനെ കടന്നവന് വേണ്ടി ഇങ്ങനെയും ഒന്ന് കൈ ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ, മണിക്കൂറുകൾ ഇങ്ങനെ കടന്നവന് വേണ്ടി ഇങ്ങനെയും ഒന്ന് കൈ ഉയർത്താൻ ബന്ധുക്കോസുകാരെ നമുക്ക് പറ്റണില്ലെങ്കിൽ, രാത്രി ആ കൈ ഉയരത്തിലേക്ക് അങ്ങ് ഉയർത്തി ക്രൂശ് അനുഭവിച്ച നസറായന് എന്നോട് ചേർന്ന് വായ് തുറന്ന് വിളിക്കുന്ന നസറായനെ, ശബ്ദമുയർത്തി വിളിക്കുന്ന നസറായനെ, പോരാ പോരാ, ശബ്ദമുയർത്തി നസറായനെ. സൊല്യൂഷൻ ബൈബിൾ പറയുന്നു, പാപം ചെയ്ത ആദാം സർവശക്തൻ ഇറങ്ങി വന്നു. ആദാമിനെ എവിടാ? ഞാൻ ഇവിടാ. കർത്താവ് പറഞ്ഞു,
നിന്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു. ഇനി നിനക്ക് ഈ മണ്ണിൽ നിന്ന് കിട്ടാൻ പോകുന്നത് മുള്ളും പറക്കാരയുമാണ്. നടന്നു പോകുമ്പോൾ അറിയാതെ കാല് ഒന്ന് തട്ടി മുള്ളിൽ കൊണ്ട് അയ്യോ എന്ന് വെക്കുമ്പോൾ ഓർത്തോണം മുളച്ചതാണ്. പക്ഷെ സൊല്യൂഷനുണ്ട്. 2 കാര്യം പറയാം. ഒന്ന്, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അമ്മായിയപ്പൻ്റെ ആടും മേയിച്ചുകൊണ്ട് മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൻ്റെ അടിവാരത്തിൽ വന്നിങ്ങനെ നിൽക്കുന്ന 80 വയസ്സുള്ള മോസസ് മേലോട്ട് നോക്കിയപ്പോൾ കാണുന്നത് കത്തുന്ന മുൾപ്പടർപ്പ്, പക്ഷേ വെന്തു പോകുന്നില്ല. കണ്ടപ്പോൾ തന്നെ ഒരു ആകർഷണം. ചാടിക്കേറി ഏറ്റവും ഉയർന്ന പർവ്വതം സിനായി പർവ്വത നിരകൾ, ഹോരേബ് പർവ്വത നിരകൾ വലിഞ്ഞു കയറി. സത്യാണ്, മുള്ളിൻ്റെ നടുവിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അന്ന് മുളച്ച മുള്ളിൽ ചവിട്ടി നിന്നുകൊണ്ട് അവൻ തന്നെ പറയുക, മോസസ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. ഇന്ന് രാത്രി സൊല്യൂഷനുണ്ട്. മുളച്ചു വന്ന മുള്ളിനെ ചവിട്ടി നിന്ന് സംസാരിക്കുന്ന ദൈവം. തീർത്തും വിശ്വസിക്കാൻ ഒക്കത്തില്ലേ? എങ്കിൽ ഒരു സൊല്യൂഷനോടെ പറഞ്ഞു തരാം. ഗെത്ശമന പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ 30 വെള്ളിക്കാശിന് വിറ്റവൻ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുത്ത് നാഥൻ നസറായനെ അറസ്റ്റ് ചെയ്ത് 5 മതകോടതികളിൽ മാറി മാറി വിസ്തരിച്ച് ഒരു തെറ്റും ചെയ്യാത്ത ദൈവ കുഞ്ഞാടിനെ ഹെരോദാവും പീലാത്തോസും 2 പ്രാവശ്യം വിസ്തരിച്ചു. സൻഹെദ്രീ സംഘവും ഹന്നാവും കയ്യഫാവും മാറി മാറി വിസ്തരിച്ചു. ഒരു തെറ്റും ചെയ്യാതിരുന്ന ദൈവ കുഞ്ഞാടിനെ പീലാത്തോസ് ഇങ്ങനെ വിധി പ്രഖ്യാപിച്ചു, റോമൻ നിയമപ്രകാരം 39 പ്രാവശ്യം അടി കൊടുക്കുവാൻ ഞാൻ വിധിക്കുന്നു. അഴി എണ്ണിക്കൊണ്ട് പ്രതിക്കൂട്ടി നിൽക്കുന്ന പോലെ നാഥൻ നസറായ നിൽക്കുമ്പോൾ പട്ടാളക്കാരൻ ഓടാമ്പൽ മാറ്റി നാഥനെ പുറത്തു കൊണ്ടുവന്നു. ധരിച്ചിരുന്ന വസ്ത്രം ഉരിഞ്ഞു മാറ്റി അർദ്ധനഗ്നനാക്കി ഗബ്ബത്തായുടെ കൽത്തളത്തിൽ കൈ കെട്ടി വില്ലുപോലെ വളച്ചു നിർത്തി. റോമൻ ചാട്ടവാർ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പുറയും ഇപ്പുറയും നിൽക്കുന്ന റോമൻ പട്ടാളക്കാർ ഇരുമ്പ് ചൂണ്ടകളും അസ്ഥി കഷ്ണങ്ങളും മുൾക്കൊളുത്തുകളും വെച്ച് കെട്ടിയ റോമൻ ചാട്ടവാർ ഒരു ബേസണിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത ലായനി. അതിൻ്റെ അകത്ത് ചാട്ടയിട്ട് മുക്കി ഇവർ നിൽക്കുകയാ. അടിക്കണം, തല്ലിക്കീറണം. അടിച്ചു, തിരിച്ചു വലിച്ചു, ചൂണ്ട മാംസത്തിൽ ഉടക്കി വലിച്ചു പറിച്ചു. നദീതീരത്തിരുന്ന് ചൂണ്ടയിട്ടൊരു കൊച്ചു മത്സ്യത്തെ പിടിച്ചു പൊക്കുന്ന ലാഘവത്തിൽ റോമൻ ചൂണ്ട യേശുവിൻ്റെ പുറത്തെ മാംസം അരിഞ്ഞും മാറ്റി. അടുത്ത ചാട്ടവാർ വന്ന് വീഴുമ്പോൾ അതിസാന്ദ്രമായ വേദന, അതികഠിനമായ വേദന ഉണ്ടാകുവാൻ ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത ലായനി മുറിവിൽ തഴുകി ഒഴുകുകയാണ്. 39 പ്രാവശ്യം റോമൻ ചാട്ടവാർ ആഞ്ഞു പതിച്ചപ്പോൾ വിശുദ്ധ തിരുവെഴുത്തിൽ മാറിക്കൂടാത്തൊരു പ്രവചനം നിറവേറി. ഉഴവുകാരൻ്റെ പുറം ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി. ഉഴവുകാർ കലപ്പയേന്തി ഉഴുതു മറിക്കുന്ന പോലെ നസറായൻ്റെ പുറം മുഴുവൻ ഉഴുതു മറിച്ചു. അവസാനം പീലാത്തോസ് പറഞ്ഞു, കൊണ്ടുപോവനെ. ഇവർ ചെന്ന് കൈയുടെ കെട്ടടിച്ച് ആള് താഴെ വീണു. നോക്കിയപ്പോൾ ശരീരത്തിലെ മാംസങ്ങൾ വിണ്ടുകീറി ഇരിക്കുകയാണ്. കാണാനൊക്കത്തില്ല ആർക്കും. പീലാത്തോസ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, രക്താംബരം ധരിപ്പിച്ച് കൊണ്ടുപോവാ. അവനെ രക്താംബരം ധരിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തി. ജനം മുഴുവൻ ചോദിച്ചു, എന്തിയേ? കൊണ്ടുപോയി യേശു. കണ്ടാൽ ആളല്ല എന്ന് തോന്നും, അത് വിരൂപനായിപ്പോയി. പീലാത്തോസ് എഴുന്നേറ്റ് വന്ന് നിന്ന് അവനെ ഒന്ന് പരിചയപ്പെടുത്തി. ആ മനുഷ്യനിതാ. ഇന്ന് രാത്രി അന്ന് പീലാത്തോസ് പരിചയപ്പെടുത്തിയവനെ ഈ രാത്രി ഞാൻ പരിചയപ്പെടുത്തുകയാ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ, ഭൂമിയുടെ മുകളിൽ, മനുഷ്യരുടെ ഇടയിൽ ഈ നിൽക്കുന്ന നസറായനായ യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടുവാൻ ഒറ്റ നാമം, യേശു എന്ന നാമം. പീലാത്തോസ് പറഞ്ഞു, കൊണ്ടുപോ, ക്രൂശിക്കാൻ. അവർ നേരെ ഗബ്ബത്തായുടെ കൽത്തളത്തിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞു. പണ്ട് ഉൽപ്പത്തിയിൽ മുളച്ചു പൊങ്ങിയ മുള്ള് കിരീടമാക്കി ചുറ്റി. ഇസ്രായേൽ വിസിറ്റ് ചെയ്യുമ്പോൾ ആണിയുടെ വലിയ നീളമുള്ള മുള്ള് ഒലിവമലയുടെ അടിവാരത്തിൽ കിദ്രോൻ തോടിൻ്റെ മുകളിൽ ഗെത്ശമനയുടെ സൈഡിൽ വളർന്നു നിൽപ്പുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, ഈ വർഗത്തിൽപ്പെട്ട വൃക്ഷമായിരുന്നു മുൾക്കിരീടമാക്കി യേശുവിൻ്റെ തലയിൽ അടിച്ചു കയറ്റിയത്. ആണിയേക്കാൾ ബലമാണതിന്.
ഈ മുള്ളു കിരീടം പോലെ മെടഞ്ഞ് തലയിൽ വെച്ച് കോലുകൊണ്ടടിച്ചു കയറ്റുമ്പോൾ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു, ഈ ഭൂമിയിൽ നിന്ന് മുള്ളു പൊങ്ങുമെന്ന് പറഞ്ഞവൻ തൻ്റെ പുത്രൻ്റെ തലയിൽ മുള്ളടിച്ച് താഴ്ത്തിയത് നിന്റെ കുടുംബത്തിൽ മുള്ളു പൊങ്ങാതിരിക്കാനാണ്. സൊല്യൂഷൻ, മുൾക്കിരീടമേന്തിയ നാഥൻ നസറായനെ ഉള്ളത്തിൽ സ്വീകരിച്ച് അലറി വിളിച്ച് അവനോട് പറയണം, ഞാൻ പാപിയാണേ, എൻ്റെ പാപം ഇന്ന് രാത്രി ഞാൻ നിന്നോട് ഏറ്റുപറയുന്നു എന്ന് പറയുമ്പോൾ നിന്റെ ശാപത്തിൻ്റെ കുരുക്കുകൾ ഈ രാത്രി എൻ്റെ കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. ഗലാത്യ ലേഖനത്തിൽ വായിച്ച വാക്യം സൊല്യൂഷനാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഒറ്റക്കാരുടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദാമേ, നീ എവിടെ? ഉടനെ ഒരു മരത്തിന്റെ മറവിൽ മറഞ്ഞിരുന്നിട്ടാ പറയുന്നത്, ഞാനിവിടെ. എവിടെ ആദാമേ? ഇവിടെ ഈ മരത്തിന്റെ മറവിൽ. അതെ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു മരം മനുഷ്യനെ മറച്ചെങ്കിൽ ഗോൽഗോഥായിൽ അതേ മരത്തെ മറച്ചുകൊണ്ട് മനുഷ്യ, നിന്നെ മറച്ച മരത്തെ മറച്ച് ഞാൻ കാൽവറിയിൽ തൂങ്ങുകയാ. ഇനി ഞാൻ നിന്നെ മറച്ചോളാം, നീ എനിക്കുള്ളവനാണ്. ഈ രാത്രി ആ നസറായനെ സ്വീകരിക്കാൻ പറ്റുമോ? അവന് നിന്റെ മെഴുകുതിരി വേണ്ട, അവന് നിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ വേണ്ട, നിന്റെ പണം വേണ്ട, ഒന്നും വേണ്ട. അവന് നിന്നെ മതി, നിന്റെ ഹൃദയം മതി. നിന്റെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ഇന്ന് രാത്രി അവനൊന്ന് വാസം ചെയ്യാൻ ആഗ്രഹിക്കുകയാ. ഈ രാത്രി നിന്റെ ഹൃദയം തുറക്കാമോ അവന് വേണ്ടി? എന്നിട്ട് വിളിക്കേശുവേ, എൻ്റെ ഹൃദയം ഞാൻ നിനക്കായി തുറക്കുകയാ. പണ്ട് പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ കുന്നിൻ്റെ മുകളിൽ കയറി രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി. രണ്ട് കൈയൊന്ന് ഉയർത്താമോ? ഒത്തിരി നേരം പറ്റില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കൈ താഴും. കൈ ഒന്ന് താഴ്ത്തിക്ക്. കൈ താഴുമ്പോൾ അമാലേക്ക് ജയിക്കും. പെട്ടെന്ന് രണ്ടെണ്ണം ചാടിക്കേറി അഹരോനും ഹൂരും എഡവും ബലവും രണ്ടുപേരുടെ താങ്ങിക്കൊടുത്തു. ആ മൊട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് നോക്കിക്കേ, 3 പേരെ കാണാം. എഡവും ബലവും കൈ താങ്ങുന്ന 2 നടുവിൽ പഴയ നിയമ മധ്യസ്ഥൻ. കാൽവറിയിലേക്ക് നോക്കൂ, 3 കാണാം. നടുവിൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ. അപ്പുറം ഇപ്പുറം കിടക്കുന്നവർ കൈ താങ്ങുകയല്ലായിരുന്നു, അവരും പരിഹസിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ അവനെ ഉയർത്തുക. ഇന്ന് രാത്രി പിശാചേ, എൻ്റെ യേശുവിനെ ഉയർത്താൻ ഇങ്ങനെ ഒരു ഗണം ഈ കുന്നിന്റെ മുകളിലുണ്ട്. ചാടി എഴുന്നേറ്റുകൊണ്ട് അവനങ്ങ് ഉയർത്തിക്കേ. ആഭിചാരം കാണട്ടെ, മന്ത്രവാദി കാണട്ടെ, ഇത്രയും ജനം യേശുവിനെ ഉയർത്താൻ ഈ കുന്നിന്റെ മുകളിലുണ്ട്. ഞാലൂർ കുന്നിന്റെ മുകളിൽ യേശുവിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുക. എൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ സകലരും മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നാണ്. ഹൃദയസ്തംഭനം. ആര് മരിച്ചാൽ പ്രായഭേദമന്യേ ഹാർട്ട് അറ്റാക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ശാപമായിരുന്നു. ഒടുവിൽ എൻ്റെ അപ്പന് 2 പ്രാവശ്യം വന്നു ഹാർട്ട് അറ്റാക്ക്. 3-ാം പ്രാവശ്യം എൻ്റെ അപ്പന് വന്നപ്പോൾ 3 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞത്. 3 മണിക്കൂറിനുള്ളിൽ ആൾ പോകും. എല്ലാവരും ഓടി കരഞ്ഞുകൊണ്ട് പോയി ഹോസ്പിറ്റലിലേക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. അപ്പം എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ കാണിക്കണേ? എൻ്റെ ചേട്ടൻ എന്നോട് പറയാത്ത ഭാഷയൊന്നുമില്ല. എൻ്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം നിന്നെ കാണിക്കാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല. ഞാൻ ചർച്ച് കോളിൻ്റെ അകത്ത് മുട്ടുമടക്കി. എനിക്കറിയാം ഇതൊരു പാരമ്പര്യ ശാപമാണ്. ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ സമയം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരണം. വരുന്ന വഴിക്ക് ചർച്ചിൽ കയറിയിട്ടേ പോകാവൂ. ഡോക്ടർ പറഞ്ഞ സമയം കഴിഞ്ഞു. ഡിസ്ചാർജ് ചെയ്തു, ചർച്ചിൽ കൊണ്ടുവന്നു, കൈവച്ചു. പാരമ്പര്യ ശാപത്തെ ക്യാൻസൽ ചെയ്തു. ഇന്നും എൻ്റെ അപ്പൻ ആയുസോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. 78-ാമത്തെ വയസ്സിൽ
എന്താ കാര്യം? ഹാർട്ട് അറ്റാക്ക് എന്ന പാരമ്പര്യ ശാപത്തെ അഴിക്കാൻ അഭിഷേകമുള്ളവൻ അധികാരമുണ്ട്. ശാപം മാറിയാൽ നിന്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാവും. കമോൺ, ശാപം മാറിയാൽ നിന്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാവും. എത്ര പേർക്ക് ഈ അനുഗ്രഹം പ്രാപിപ്പാൻ തയ്യാറുണ്ട്? കമോൺ കമോൺ, ധൈര്യത്തോടെ. ഇനി ആരും നോക്കണ്ട. കൈ ഉയർത്തിയവരെല്ലാം ഫ്രണ്ടിലേക്ക് ഓടി വന്നേ. ഞാനങ്ങോട്ട് ഇറങ്ങി വരാൻ പോവാ പ്രാർത്ഥിക്കാൻ വേണ്ടി. എല്ലാവരും, ആരും അവിടെ നിൽക്കണ്ട, എല്ലാവരും മുമ്പിലേക്ക് വരിക. മക്കളെ മുമ്പിലേക്ക് വന്ന് ആ കസേരയ്ക്ക് ഒന്ന്, സഹോദരൻ ആദർശേ ആ കസേരയ്ക്ക് ഒന്ന് പെറുക്കി മാറ്റിക്കുക പെട്ടെന്ന്. ഹിമതജനക സായിൻ്റെസിയാന എല്ലാവരും മുമ്പിലേക്ക് വരിക. ഇതൊരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ശാപങ്ങൾ തകർന്നു മാറി അനുഗ്രഹത്തിൻ്റെ കലവറ ഇന്ന് രാത്രി കർത്താവ് തുറക്കാൻ പോകുകയാണ്. ലജ്ജയുള്ളവർ വരരുത്, നാണം കുണുങ്ങികൾ വരരുത്. വരികയാണ് ആവേശത്തോടെ. എനിക്കൊരു അനുഗ്രഹം ഈ തലമുറ വേണം. ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം എന്നെ വിളിച്ചതാണ്. വന്നാട്ടെ വളരെ ഫാസ്റ്റായിട്ട് വന്നാട്ടെ, മുമ്പിലേക്ക് വന്നാട്ടെ. ഞാനിവിടെ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ, സഹോദരങ്ങളെ, ഫ്രണ്ടിലേക്ക് വരിക. മാക്സിമം ഫ്രണ്ടിലേക്ക് വരിക. അമ്മച്ചി മാക്സിമം ഫ്രണ്ടിലേക്ക് വരിക. യേശു ഇന്ന് തൊടാൻ പോവാണ്. എത്ര പേരെ അനുഗ്രഹം അനുഭവിപ്പാൻ തയ്യാറായിരിക്കുന്നു? അതോ നിരാശ കൊണ്ട് തലമൂടണോ? വേണ്ട. നിരാശയ്ക്കല്ല കർത്താവ് നമ്മെ വിളിച്ചത്, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ആശയ്ക്ക് വകയുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? റഹിമതജനക സിയാര പുറകെ നിൽക്കുന്നവർ അവിടെ നിന്നോ, ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പ്രാർത്ഥന നിങ്ങൾക്കും അനുഗ്രഹമാണ്. വന്നില്ലേലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ വരണം. അവിടെ നിന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാതിരിക്കത്തില്ല. ഇവിടുത്തെ അനുഗ്രഹം അതുപോലെ നിങ്ങളും അനുഭവിക്കും. പക്ഷേ സാംബാസിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ വരണം. നമ്മൾ ഒന്നിച്ച് ഇന്ന് രാത്രി ഇവിടെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കാൻ പോകും. സമയം അധികമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് 9-10. ഇനി എനിക്ക് 5 മിനിറ്റ് കൂടെ ഉണ്ട്. സ്തോത്രം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ആ കണ്ണുകളൊന്ന് കർത്താവിൻ്റെ മുമ്പിലൊന്ന് അടച്ച്, എല്ലാ കണ്ണുകളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് അടച്ച്. റൈച്ചസ്റ്റി ബിക്കാം തലറിയ പ്രാവശ്യം റെൻതസ്റ്റബക്കാം തലറിയ പ്രാവശ്യം അല്ലാഹി മദഗരഗടക ബൗഷസിയാൻതറിയ ബഹൽകമനഗസൈതസ് ഹോറമഷിയാൻതോറിയ മസറൻ ചസ്റ്റി ബിക്കാം തലറിയ പ്രാവശ്യം ഹോറമമമമമ ധിരിബിലിബിലിബില ബഡബല ബൗഷിയാൻതറിയ ബഖമനഗ ബൗഷിയാൻതസ് ഹോറമമമമമമ helbini riyama kamdalariya baushas Allah hemada janaka samariya baushas horamada janaka siya. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരേ ഒരു വചനം ഇവിടെ വന്നു നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. എന്നെ ഒരു വാക്കൊന്ന് നോക്കിക്കേ. ലൂക്കോസ് 17:5-6 യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് കൽപ്പിച്ചാൽ അത് നിങ്ങളെ അനുസരിക്കും. വചനമാകട്ടോ, ആ വചനം ഞാനങ്ങ് പറയുക, നിങ്ങൾ കേട്ടാൽ മതി. കാട്ടത്തിയോട് വേരോടെ പറയണം. നമ്മുടെ വിഷയം കാട്ടത്തിയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ഇത് മുറിച്ച് കളയും, ഇല്ല ഇത് ഒടിച്ചു കളയും. വിഷയത്തിന് മറുപടിയായി. പക്ഷെ കുറച്ച് മാസം കഴിയുമ്പോൾ അതേ സ്ഥലത്ത് പിന്നെയും പൊട്ടിമുളയ്ക്കും. സെയിം പ്രോബ്ലം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശമനമുണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. യേശു പറഞ്ഞത് മുറിക്കാനല്ല, ഒടിക്കാനുമല്ല, വേര് പറിക്കാനാണ് പറഞ്ഞത്. ഇന്ന് രാത്രിയിലെ ഈ കൺവെൻഷനിൽ ശാപത്തിൻ്റെ വേര് പറിക്കാൻ പോവാണ്. പാരമ്പര്യത്തിൻ്റെ വേര് പറിക്കാൻ പോവാണ്. ഈ റബ്ബർ, ഈ വൃക്ഷം ഇവിടെ നിൽക്കാൻ കാര്യം വേര് സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ വേര് കട്ട് ചെയ്ത് വിട്ടാൽ നാളെ ഈ നേരം 24 hours ആകുമ്പോൾ ഈ ഇല വാടിത്തുടങ്ങും. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയുടെ മറുപടി നാളെ ഈ നേരമാകുമ്പോൾ ചിലയിടത്തൊക്കെ വാട്ടം നടക്കുന്നത് നീ കാണും. അതിൻ്റെ അർത്ഥം വേര് പൊട്ടിത്തുടങ്ങി. ഇന്ന് രാത്രി വേര് പറിക്കാൻ അധികാരമുള്ളവരാണ് ഇവിടെ വന്ന് നിൽക്കുന്നേ. നിന്റെ വീടിൻ്റെ വേര് പറിക്കാൻ, നിന്റെ വീട്ടിലെ പ്രോബ്ലത്തിൻ്റെ വേര് പറിക്കാൻ നിങ്ങളെന്ന വ്യക്തിക്കേ കഴിയൂ. വേറൊരാൾക്കും അവിടെ വന്നത് ചെയ്യാൻ ഒക്കത്തില്ല. അത് നിങ്ങളെ അനുസരിക്കും. യേശു പറഞ്ഞതാ,
എങ്കിൽ ഇന്ന് രാത്രി നീറിപ്പുകയുന്ന മനസ്സുള്ളവർ ഇവിടെയുണ്ട്. കരഞ്ഞ് കരഞ്ഞ് തകർന്നവർ ഇവിടെയുണ്ട്. ഒരു ഗതി പിടിക്കുമോ എന്ന് ചിന്തിച്ചവർ ഇതിൻ്റെ അകത്തുണ്ട്. എന്തോ ആവശ്യത്തിന് വേണ്ടി കരുതി വെച്ച പണം വളരെ പെട്ടെന്നൊരു അസുഖം വന്ന് അതും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി. ആ കാര്യം ചെയ്യുവാൻ കഴിയാതെ നിരാശയിൽ കൂപ്പുകുത്തിയവർ, കൺമുമ്പിൽ വെച്ച് കരുക്കൂട്ടിയ നന്മ മുഴുവൻ പക്ഷി കൊത്തി പറിച്ചു കൊണ്ടുപോകുന്നത് പോലെ, കാറ്റത്ത് പതിർ പാറിപ്പോകുന്നത് പോലെ നഷ്ടമായി പോകുന്നത് കണ്ടവർ ഇതിൻ്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറയുക, ഈ രാത്രി നിന്റെ ജയത്തിൻ്റെ രാത്രിയാണ്, ജയത്തിൻ്റെ രാത്രിയാണ്. നീ ഇനി ആരെയും ഫോക്കസ് ചെയ്യണ്ട. നിനക്കൊരു വിടുതൽ ആവശ്യമെങ്കിൽ മനസ്സറിഞ്ഞ് യേശുവിനെ വിളിച്ചോണം, മനസ്സറിഞ്ഞ് യേശുവിനെ വിളിച്ചോണം. യേശുവിനല്ലാതെ നിന്നെ തൊടാൻ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. വായി തുറന്ന് വിളിക്കണ്ടേ യേശുവേ. അലർജറ്റിക്കലായ രോഗം മാറാൻ പോകുക. ഓപ്പറേഷന് വിധേയപ്പെടണമെന്ന് പിശാചു പറഞ്ഞ് ആ രോഗം ഇന്ന് രാത്രി പൊട്ടിമാറാൻ പോകുക. നിന്റെ ആ കൊച്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടു വന്ന രോഗാത്മാവ് ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാ. ആസ്മ പോലെ കൊടികുത്തി വാണ പാരമ്പര്യ രോഗങ്ങൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അഴിയുകയാ. ഫിക്സ് പോലെ ശ്വാസത്തിനെതിരെ രക്തത്തിനെതിരെ വാദിച്ച അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറാൻ പോകുകയാ. ഒന്നിലധികം പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് പോലെ നിന്റെ ശരീരത്തിൽ പൊങ്ങി വന്ന ഹൃദയ സ്തംഭനങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകാൻ പോകുകയാ. ആരോ നിന്നെ നിർബന്ധിച്ച് കത്തി കയ്യിലെടുക്ക് കൊല്ലാൻ, വാള് കയ്യിലെടുക്ക് കൊല്ലാൻ എന്ന് ആക്രോശിക്കുന്ന ശബ്ദം കേട്ട് അലറി നീ ഞെട്ടി എഴുന്നേറ്റില്ലേ? ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ പൊങ്ങി വന്ന ദുർസ്വപ്നങ്ങളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാ. Chal hamaro hasi antali abrakoshi jasmitar binoisus bitani rajasmital hatani abragama shi antani rabasta bahalka mashi antani as bahali യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് രാത്രി വിടുതൽ നടക്കണം. സമാധാനമായി ഇന്ന് രാത്രി അന്തി ഉറങ്ങണം യേശുവിൻ്റെ നാമത്താൽ. ആദർശേ, ഇന്ന് രാത്രി സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയില്ലേ? സമാധാനത്തോടെ. ആദർശിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നീ തുടരാൻ പോവുക അതുപോലെ. ഇന്നലെ രാത്രി ആത്മാവ് നിന്നോട് പറഞ്ഞു, പതിയിരുന്ന് ആക്രമിക്കാൻ വേണ്ടിയുള്ള വ്യക്തികളുടെ ചിന്തകളെല്ലാം മാറാൻ പോവാ മോനെ. കുടുംബമായി നിങ്ങൾ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ പോവാ. ആ കണ്ണുകളൊന്ന് അടച്ചാട്ടെ, മോനെ നിർത്തിയാട്ടെ. താങ്ക് യു ജീസസ്. നമ്മൾ രണ്ട് സ്കൈലിൽ എനിക്കൊരു പാട്ട് പാടണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റണില്ല. ക്ലോസ് യുവർ ഐസ്, കണ്ണുകളെ മൂടുക. പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവദാസന്മാർ കൂടി എൻ്റെ കൂടെ, അഭിഷേകമുള്ളവർ എൻ്റെ കൂടെ വന്ന് നിൽക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. കാൽവറിയിലേക്ക് നോക്കും. സൊല്യൂഷൻ കാൽവറിയാണ്. കാൽവറി മലമേ നോക്കൂ നീ. എങ്ങോട്ടാ നോക്കണ്ടേ? കാൽവറി മലമേ നോക്കൂ നീ. കാൽകരം ചേർന്നിതാ ആണിമേ തൂങ്ങുന്നു. കാൽകരം ചേർന്നിതാ ആണിമേ. കാൽവറി മലമേൽ നോക്കൂ നീ. വിളിച്ച വായി തുറന്ന് യേശുവേ. കാൽവറി മലമേൽ നോക്കൂ നീ. കാൽകരം ചേർന്നിതാ ആണിമേ തൂങ്ങുന്നു. കാൽകരം ചേർന്നിതാ ആണിമേ. വിളിച്ച വായി തുറന്ന് യേശുവേ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം.
കള്ളമേതും നീനാക്കേണ്ടതിൽ ഉള്ളിൽ നീ കള്ളമേതും നീനാക്കേണ്ടതിൽ ഉള്ളം നീ മുഴുവൻ തുറന്നോ, ഉള്ളം നീ മുഴുവൻ തുറന്നോ, തള്ളയാ യേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാ യേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. കാൽവറി മാലാവേ നോക്കൂ നീ, കാൽവറി മാലാവേ നോക്കൂ നീ. കാൽകര ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകര ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകര ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകര ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. കാൽവറി മാലാവേ നോക്കൂ നീ, കാൽവറി മാലാവേ നോക്കൂ നീ. കാൽകര ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകര ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. പാപത്തിൽ ജീവിക്കുന്നവരേ, പാപത്തിൽ ജീവിക്കുന്നവരേ, നിന്റെ പേരല്ലയോ തൂങ്ങുന്നേ രക്ഷകൻ, നിന്റെ പേരല്ലയോ തൂങ്ങുന്നേ രക്ഷകൻ, നിന്റെ പേരല്ലയോ തൂങ്ങുന്നേ രക്ഷകൻ. തള്ളുക നിന്റെ പാപമല്ല, തള്ളുക നിന്റെ പാപമല്ല, കള്ളമേതും നീനാക്കേണ്ടതേ ഉള്ളിൽ നീ, കള്ളമേതും നീനാക്കേണ്ടതേ. കാൽവറി മാലാവേ നോക്കൂ നീ, കാൽവറി മാലാവേ നോക്കൂ നീ. കാൽകര ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകര. സഭ പാടിക്കേ, സഭ പാടിക്കേ, വേറെ ആരും പാടണ്ട, സഭ പാടിക്കേ. ഓ കാൽവറി മാലാവേ നോക്കൂ നീ, ഓ കാൽവറി മാലാവേ നോക്കൂ നീ. കാൽകര ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു,